relationships based on the book of Ruth. I would like to welcome each one of you in the name of our Lord Jesus Christ. Many from different assemblies, congregations, and our friends have come. I would like to welcome each one of you for this second day of Bible study. We will have the opening prayer by Jerome, after which the BAK choir will help us with a few songs. സ്നേഹനാഥിയുടെ സംഗീതാവെ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘത്തിലേക്ക് കടന്നു വന്ന സ്തുതിപ്പാനും കൊടുക്കുവാനും ബൈബിൾ സ്റ്റഡിയായിട്ടായിരിക്കാനും ഞങ്ങൾക്ക് അവസരം നൽകിയാനായിട്ട് തന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ ഞങ്ങൾക്ക് വളരെ നല്ല സമയങ്ങൾ ഞങ്ങൾ നൽകി തന്നു. ഞങ്ങൾക്ക് വചനം കേൾക്കുവാനും കർത്താവിൻ്റെ ദാസനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചതിനായിട്ട് തന്നെ സ്തുതിക്കുന്നു. ഇവരെ ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട കാര്യങ്ങളൊക്കെയും ഞങ്ങൾക്ക് ഇന്നലെ കേൾക്കുവാൻ ഞങ്ങൾക്കിടയാക്കിനായിട്ട് തന്നെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള ആശ്രയത്തിൽ, അങ്ങനെയുള്ള കൂടുതൽ അങ്ങനെയുള്ള കൂട്ടായ്മയിൽ ഞങ്ങൾ കൂടുതലായി വളർന്നിരുവാൻ ഞങ്ങളെ ഇടയാക്കുന്നതിനായിട്ട് തന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ഞങ്ങളുടെ മക്കൾക്ക് അടുത്തിൽ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം കരുതലും കൂടെ ഇരിക്കുമാറണം. പ്രത്യേകിച്ച് ചർച്ചാനേഴ്സിലേക്ക് ഫലമേൽപ്പിക്കുന്നു. ആത്മാവിൽ വചനം പറയാൻ വേണ്ടുന്ന ആവശ്യമായ എല്ലാ കൃപ കൊടുക്കണം, സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന ഓരോ കാര്യങ്ങളും അവരുടെ നാമോത്തരമായിട്ട് ആക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വരുവാനുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ തക്ക സമയത്ത് കടന്നു വരുവാനും നമുക്ക് ഒന്നിച്ച് വചനം പഠിപ്പാനും അങ്ങനെ മാർപ്പെടുത്തുവാനും ഞങ്ങൾ ഇടയാക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അസംബ്ലീസിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. കടന്നു എല്ലാ അസംബ്ലീസ് എൽഡേഴ്സിനും ഡീക്കൻസിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാ മെമ്പേഴ്സിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലിരിക്കുമ്പോൾ, ഞങ്ങൾ വചനം പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി അത് ചെല്ലുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായമാക്കാനും ഞങ്ങളെ സഹായമാകണം. എല്ലാ മഹത്വവും ഞങ്ങൾ എടുക്കുമാറണം. എല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അപേക്ഷിക്കുന്നു. കൃപയെ എടുക്കുമാറണമേ. ആദ്യമായിട്ട് നമുക്ക് ആത്മീയ ഗീതങ്ങളുടെ 178 പാട്ട് പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആത്മീയ ഗീതങ്ങളുടെ 178 പാട്ട്, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. നമുക്ക് എല്ലാവരും ചേർന്ന് കരങ്ങളിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. കുഞ്ഞാട്ടിന്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാട്ടിന്റെ വിലയേറിയ നീളത്തിൽ പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. പോലും ഞാൻ ഇനി അടിമയല്ല, ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാനല്ല, പരമസിയോനിൽ ഞാനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. അരൂരിലൻ ദൈവമേ നിത്യധിപതിയേ, അരൂരിലൻ ദൈവമേ നിത്യധിപതിയേ, അരൂമാവൻ പുതുമന്നതു മതിയേ, അരൂമാവൻ പുതുമന്നതു മതിയേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി.
കടന്നുപോയി. എന്റെ ബലവും എന്റെ സംഗീതവും, എന്റെ ബലവും എന്റെ സംഗീതവും, എന്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ, എന്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. നമുക്ക് അടുത്തതായിട്ട് ഒരു ഇംഗ്ലീഷ് ഹിമാണ് 341 പാട്ട് 341 ഗ്രേറ്റ് ഇസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. എല്ലാവർക്കും നമുക്ക് ചേർന്ന് നമുക്ക് പാടാം. Great is thy faithfulness, great is thy faithfulness. Morning by morning new mercies I see. All I have needed thy hand hath provided. Great is thy faithfulness, Lord, unto me. Great is thy faithfulness, O God my Father. There is no shadow of turning with thee. Thou changest not, and thy passions they fail not. As thou hast been, thou forever will be. Great is thy faithfulness, great is thy faithfulness. Morning by morning new mercies I see. All I have needed thy hand hath provided. Great is thy faithfulness, Lord, unto me. Summer and winter and springtime and harvest, sun, moon and stars in their courses above, join in all nature in manifold witness to thy great faithfulness, mercy and love. Great is thy faithfulness, great is thy faithfulness. Morning by morning new mercies I see. All I have needed thy hand hath provided. Great is thy faithfulness, Lord, unto me. Pardon for sin and the peace that endureth. Thy own dear presence to cheer and to guide. Strength for today and bright hope for tomorrow. Blessings all mine with 10,000 beside. Great is thy faithfulness, great is thy faithfulness. Morning by morning new mercies I see. All I have needed thy hand hath provided. Great is thy faithfulness, Lord, unto me. ലാസ്റ്റ് ആയിട്ട് നമുക്ക് ആത്മീയ ഗീതങ്ങളുടെ തന്നെ 637 പാട്ട്. നമുക്ക് എല്ലാവർക്കും കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. 637. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു.
Thank you, brothers, for that wonderful songs. Now we have come to the second day of the Bible study series on relationships from the book of Ruth, and Dr. Jerry George is taking that series of classes. I know that most of you know Dr. Jerry George by now, and yesterday he had given a detailed testimony of his during the Bible study. Just for those who do not know him still, I will give you a brief on Dr. Jerry George in one line. He is the former principal of Clarence School, Bangalore, who has taken the decision to enter into full-time ministry last year. Right now, he will be taking the Bible study, and he would also give a short recap of yesterday's message before he starts. And we would be having the translation done by Brother Stanley Johnson. For the blessing of the Bible study today, I would request Brother Shadi John Cherian from BBAK to open this meeting in prayer. And after that, the floor is open to Dr. Jerry George and Brother Stanley Johnson. Let's pray to the Lord in prayer. മഹത്വവാനായ ദൈവമേ, സ്വർഗീയ നിർമ്മിതാവേ, അടിയങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സന്ധ്യയെങ്കിലും കർത്താവേ, അടിയങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ ചേർന്ന് വന്ന് അവിടുന്ന് എത്ര വിശ്വസ്തൻ എന്നോർത്ത് അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ വിശ്വസ്തതയ്ക്കും ദയയ്ക്കും കരുണയ്ക്കുമായിട്ട് ഞങ്ങൾക്ക് അങ്ങയെ സ്തുതിക്കുവാൻ, പാടി സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഒരവസരം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയതിനായിട്ട് സ്തോത്രം. കർത്താവ് എത്ര നല്ലവൻ എന്ന്
ഓരോ ദിവസവും ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ രുചിച്ചറിയുവാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കുന്ന അവിടുത്തെ വലിയ കൃപയ്ക്കായിട്ട് വീണ്ടും ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീത ദിവസത്തിൽ ഞങ്ങൾ ഓർത്തതുപോലെ ഞങ്ങളുടെ ബൈബിൾ ക്ലാസിന്റെ 2ാം ദിവസത്തിലേക്ക് അടിയങ്ങളെ വിവിധ സ്ഥലം സഭകളിൽ നിന്നും ദേശത്തിന്റെ നാനാഭാഗത്തു നിന്നും അവിടുന്ന് കൂട്ടിവരുത്തുന്നതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം അവിടുത്തെ ദാസനിൽ കൂടി സമൃദ്ധിയായിട്ട് ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവേ, യൂത്തിന്റെ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ എന്ന വിഷയത്തോടുള്ള വിഷയത്തെ ആസ്പദമാക്കി അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ആലോചനകൾ അവിടുത്തെ കൃത്യത്തിൽ നിന്ന് ഞങ്ങൾ കേൾക്കുവാൻ അവിടുന്ന് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. ഞങ്ങളിലേക്ക് നോക്കുമ്പോൾ അനുദിനം ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും ഒക്കെയും ഞങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവവചന പ്രകാരം ഞങ്ങൾ ആ നിലയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് ദൈവവചന അടിസ്ഥാനത്തിൽ ഞങ്ങളെ ഒന്ന് ശോധന ചെയ്യുവാൻ ഈ രാത്രിയിൽ വീണ്ടും അവർ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നവമിയുടെയും എലിമലേക്കിനെയും കുടുംബത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ ഞങ്ങൾ കേൾക്കുകയായിരുന്നു. ഞങ്ങൾ നോക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യ ഭർത്തൃബന്ധം, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ, അതുപോലെ തന്നെ അമ്മാവിയമ്മ, മരുമകൾ, ദാസൻ, യജമാനൻ എന്നുള്ള നിലയിലും, അതുപോലെ തന്നെ ഞങ്ങളുടെ നേതൃത്വത്തോടുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാടും ഒക്കെയും വിവിധ നിലകളിൽ ദൈവവചന അടിസ്ഥാനത്തിൽ ഇന്നലെ ചിന്തിക്കുവാൻ അവിടെ ഞങ്ങളെ ഇടയാക്കി. ഒരു വിശ്വാസി ദൈവത്തിൽ നിന്നും പിന്മാറിപ്പോയാൽ അതിൻ്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് ഞങ്ങൾ ഓർക്കുകയുണ്ടായി. അപ്പോൾ തന്നെ വിശ്വാസി മടങ്ങി വരുമ്പോൾ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം സമ്പൽ സമൃദ്ധിയായിട്ട് ആത്മീയവും ഭൗതികമായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. അതിനായിട്ട് സ്തോത്രം. ആ നിലയിൽ ഇന്നും ഞങ്ങൾ കർത്താവെ അവിടുത്തെ സന്നിധിയിൽ തിരുവചന കേൾവിക്കായിട്ട് ഞങ്ങളെ തന്നെ ഒരുക്കി അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. അവിടുത്തെ ദാസനെ ഈ പ്രദേശത്തേക്ക് അയച്ചതിനായിട്ട് സ്തോത്രം. തന്റെ സാക്ഷ്യവും ഞങ്ങൾ കേൾക്കുകയുണ്ടായി. കർത്താവിന്റെ വയലിലേക്ക് കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് തന്നെ അവിടുന്ന് വിളിച്ചു വേർതിരിച്ചു. ആ നിലയിൽ കുടുംബമായിട്ട് അവർക്ക് കർത്താവിന്റെ സന്നിധിയിൽ വേല ചെയ്യുവാൻ അവിടുന്ന് അവസരങ്ങളെ കൊടുക്കുന്നു. അതിനായിട്ട് സ്തോത്രം. ആ നിലയിൽ പ്രദേശത്തേക്ക് കടന്നു വന്ന കർത്താവെ ഞങ്ങൾക്കും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവിടുത്തെ അരുളപ്പാടുകൾ കേൾക്കുവാൻ അവിടുന്ന് ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ തുടരുന്ന കർത്താവെ ഞങ്ങളെ ധാരാളമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രത്യേക പ്രാർത്ഥിക്കുന്നു. കൊർന്നലിയോസ് പത്രോസിനോട് പറയുന്നത് പോലെ, നീ വന്നത് ഉപകാരം, നീ കൽപ്പിച്ചിട്ടുള്ളതൊക്കെയും അവിടുത്തെ ദാസനോട് കൽപ്പിച്ചിട്ടുള്ളതൊക്കെയും കേൾക്കുവാനായിട്ട് ഞങ്ങളിതാ ദൈവത്തിന്റെ സന്നിധിയിൽ കൂടി വന്നിരിക്കുന്നു. അടിയങ്ങളോട് അരുളി ചെയ്യണമേ, അടിയങ്ങൾ കേൾക്കുന്നുവെന്ന മനോഭാവത്തിൽ ഇരുന്ന് വചനം കേൾക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ അനേക വചനങ്ങൾ ഞങ്ങൾ കേൾക്കുന്നവരാണ്. എന്നാൽ കേൾക്കുക മാത്രമല്ല, കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുക മാത്രമല്ല, അത് ചെയ്യുവാൻ കൂടി കർത്താവെ അവിടുത്തെ വചനത്തിൽ കൂടി ഞങ്ങളെ ഓർമ്മിക്കുന്നുള്ളൂ. ആ നിലയിൽ ഞങ്ങൾ കേൾക്കുന്ന വചനം അങ്ങനെ തന്നെ ഒന്ന് പരിശോധിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായിക്കൊണ്ട് വരുന്ന ദിവസങ്ങളിൽ കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് ജീവിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങളുടെ കർത്താവ് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. അതിനായിട്ട് സ്തോത്രം. എന്നെ ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുന്നു എന്ന് പാടുവാൻ ഞങ്ങളെ അവിടെ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. ആ കർത്താവിന് വേണ്ടി അന്ത്യവരെയും വിശ്വസ്തരായിട്ട് ജീവിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തോടുകൂടി കർത്താവെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ തുടരട്ടെ. അവിടുത്തെ ദാസന് അവിടുന്ന് വചനം നൽകിക്കാട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വമല്ല അവിടുത്തെ തരുന്നു.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ സമർപ്പിക്കുന്നു. അതിന് ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. I just want to say what a humbling experience it is for me to be standing here with my own loved ones, family members, the assemblies that I grew up in. Really, it is just a great privilege. തീർച്ചയായിട്ടും ഇതൊരു വലിയ ഒരു പദവി തന്നെയാണ്. താൻ ജനിച്ച് വളർന്ന് പരിചയിച്ച ഈ പ്രദേശത്ത് ബന്ധുജനങ്ങളോടും സഭാവിശ്വാസികളോടും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രീതിയിൽ ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ നിൽപ്പാണ്ടാക്കണം ദാസിനെ ദൈവം ബലപ്പെടുത്തി അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. And I do want to thank you for your labor in coming out to hear the word of God this evening. ഈ സന്ധ്യാസമയം ദൈവവചനത്തിന് മുമ്പാകെ നിൽപ്പാണ്ടാക്കണം പ്രിയപ്പെട്ടവരൊക്കെയും കാണിച്ച താല്പര്യത്തെയും നിങ്ങളുടെ എഫേർട്ടിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. This evening, before I begin the message, I do want to just share about one of the ministries that I'm involved in, which many of you know, that is the Karnataka Suvarta Seva Samsthe. വചന പഠനത്തിന് മുമ്പായിട്ട് പ്രിയപ്പെട്ട സഹോദരൻ ആയിരിക്കുന്ന ഒരു പ്രത്യേക പ്രവർത്തനത്തെ കുറിച്ച് കർണാടക സേവ സമസ്ത എന്ന ആ പ്രവർത്തനത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. Now that's a ministry that began in about 1988-89 as soon as we landed in Bangalore. My father, P.M. George Kuti, along with brother Robert Lewis from another Kannada Assembly, and brother K.P. George, evangelist K.P. George in Chikmagalur, were the ones who started that work together. 1988 പ്രിയപ്പെട്ടവർ കടന്നുപോയി. അവിടെ ബൈബിൾ കുവൈത്തിൽ നിന്നും കടന്നുപോയ മറ്റു പല പ്രിയപ്പെട്ട സഹോദരന്മാർ ഒരുമിച്ച് ഈ നമ്മളിപ്പോൾ പറഞ്ഞ പേരുകൾ നമുക്കൊക്കെയും അറിയാമല്ലോ. ആ പ്രിയപ്പെട്ടവർക്ക് ഒരുമിച്ച് ആ ശുശ്രൂഷകൾ തുടങ്ങുവാനൊക്കെ ദൈവം സഹായിച്ചു. And the desire was that we must motivate many more Kannada people to come out for the Lord to serve Him in full-time ministry. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് തദ്ദേശീയരായ കർണാടകക്കാരായ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സജ്ജമാക്കുക, ഒരുക്കുക എന്നതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. And through a couple of Bible schools and missionary challenge conferences, about 20 to 30 evangelists have stepped out into full-time service, and through your help, KSS is able to support them in the work. KSSന്റെ പ്രത്യേക പ്രവർത്തനങ്ങൾ മുഖാന്തരം ഏകദേശം 22 പൂർണ്ണ സമയ സുവിശേഷ വാരക്കാരെ കർത്താവിന്റെ വയലിലേക്ക് സജ്ജരാക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം സഹായിച്ചിട്ടുണ്ട്. And many of them are not able to send you appeals or letters, and that's why they send the information to KSS, and KSS sends that information out to you. പ്രിയപ്പെട്ടവരുടെ വേലയോടുള്ള ബന്ധത്തിൽ അവർക്കുള്ള ആവശ്യങ്ങളും അവർക്കുള്ള റിക്വയർമെന്റും ഒക്കെയും പലപ്പോഴും അവർക്ക് വ്യക്തിപരമായിട്ട് അവർക്ക് അയക്കുവാൻ കഴിയില്ല. എന്നാൽ അത് KSS മുഖാന്തരം റൂട്ട് ചെയ്ത് പ്രിയപ്പെട്ട മറ്റു നമ്മുടെ സഭകളിലേക്ക് എത്തിക്കുകയാണ് സാധിച്ചത്. And now after many years, we have a desire to have one more missionary challenge conference in October 2025. ഒക്ടോബർ 2025 കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് ഒരു മിഷണറി ചാലഞ്ച് കോൺഫറൻസ് നടത്തുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നു. This will be held in Bangalore. അത് ബാംഗ്ലൂരിലാണ് നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. We have already confirmed Brother John Kurian, Brother Jose Matthew, and myself as the 3 speakers for that conference. ജോൺ കുര്യനും ജോസ് മാത്യുവും അതുപോലെ ഡോക്ടർ ജെറിയും പ്രത്യേക മീറ്റിംഗിലേക്ക് സംസാരിക്കാൻ സജ്ജരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. And the challenge is to bring in the young people once again of Karnataka from all the districts of Karnataka, to challenge them once again to heed the call of the Lord and to commit themselves for full-time service. കർണാടകത്തിലുള്ള മറ്റ് അവിടെയുള്ള കർണാടകത്തിലുള്ള പൂർണ്ണ സ്ഥലത്തിലൊക്കെ ഉള്ള കർത്താവിന് വേണ്ടി സജ്ജരാകുന്ന പ്രിയപ്പെട്ടവരെ ഒരുക്കിയെടുക്കുക എന്നുള്ള ഒരു വേലയിലാണ് ആ മിഷണറി ചലഞ്ച് കോൺഫറൻസ് ചെയ്തിരിക്കുന്നത്. One of the evangelists who studied in the KSS Bible School and is now serving the Lord through an orphanage is Brother Matthew. Brother Matthew ആണ് പ്രത്യേക പ്രവർത്തനങ്ങൾ മുഖാന്തരം മുമ്പോട്ട് കടന്നു വന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ. And for the last 20 years, he has done a great job in the district of Madur, which is in Mandya district, and he's been able to train and bless so many orphan children, boys and girls, and they are now in good positions in society. Some of them married, some of them with good jobs.
Yeah. മധൂർ മാട്ടിയൽ എന്നുള്ള സ്ഥലത്ത് 20 വർഷമായിട്ട് ആ സ്ഥലത്ത് പ്രവർത്തിക്കുകയും ആ പ്രവർത്തനങ്ങൾ മുഖാന്തരം അനേകരെ കർത്താവിലേക്ക് നയിപ്പാറിനൊക്കെ ശുശ്രൂഷ സഹായിച്ചിട്ടുണ്ട്. And our dear brother is very enterprising. He seeks ways to make sure that the ministry is self-sustained. പ്രിയപ്പെട്ട സഹോദരൻ വളരെ ഊർജ്ജസ്വലനാണ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മറ്റുള്ളവർ സജ്ജരാക്കുവാനൊക്കെ വളരെ പ്രാപ്തനാണ്. Right, and one of the things he's doing is selling cold press coconut oil. താൻ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോൾഡ് പ്രസ് ആയിട്ടുള്ള എണ്ണ വിൽക്കുകയാണ്. Right, and then jaggery, making jaggery and selling that so that the money will come into the orphanage and sustain the orphanage. താൻ അതുപോലെ തന്നെ ശർക്കര ഉത്പാദിപ്പിച്ചുകൊണ്ട് അത് വിറ്റും അതിൽ നിന്നും ലഭിക്കുന്ന പണം കൂടെ അനാഥാലയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെ ഒരു പ്രവർത്തനത്തിനാണ് താൻ ഏർപ്പെട്ടിരിക്കുന്നത്. One of his burdens, and we share with that, is that he would like to make another 15 rooms which can act as dormitories for more girls to be able to be blessed through this ministry. തന്റെ മറ്റൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഏകദേശം 50 മുറികൾ കൂടി ഓർഫനേജിലൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അനേക കുഞ്ഞുങ്ങളെ ഓർഫനേജിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. And there's already a foundation ready, and each room will cost about 3 lakhs to complete. അതിന്റെ ഫൗണ്ടേഷൻ അതിന്റെ തറയൊക്കെയും റെഡി ആയിട്ടിരിക്കുകയാണ്. ഒരു മുറിക്ക് ഏകദേശം 3 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. And so as the Lord leads, you're welcome to contribute to that. പ്രത്യേക ആ ശുശ്രൂഷയെ ഓർത്തും ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന അനുസരിച്ച് നിങ്ങളും ആ ശുശ്രൂഷയിൽ പങ്കുചേരണം അഭ്യർത്ഥിക്കുന്നു. Another thing that I'm involved in is consulting for Christian education. മറ്റൊരു ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചുമൽ കൊടുക്കുക എന്നുള്ളതാണ്. So 3 evangelists in the district of Idiki who came to Christ from that area, they have started a school called the Garden Hill Public School. അവിടെ ഇടുക്കിയിലെ 3 സഹോദരന്മാർ മുമ്പോട്ട് കടന്നു വന്നുകൊണ്ട് അവിടെ ഗാർഡൻ ഹിൽ പബ്ലിക് സ്കൂൾ എന്നൊരു സ്കൂൾ സ്ഥാപിക്കാനൊക്കെ റെഡിയായിട്ടുണ്ട്. And they've reached the point where there was a family that donated land, 2.5 acres, and now they've built the school. It's come to about 500 children. അവിടെ ഒരു കുടുംബം സ്ഥലം ദാനമായിട്ട് കൊടുക്കുകയും അങ്ങനെ ആ സ്കൂൾ നിർമ്മിക്കുകയും അവിടെ ഏകദേശം 500 കുട്ടികൾ കടന്നു വന്നുകൊണ്ട് പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. They have a desire now to upgrade that school from the Kerala SSLC syllabus to CBSE. അവർക്ക് ആ സ്കൂള് കേരള സിലബസിൽ നിന്നും CBSE-യിലേക്ക് ഉയർത്തുവാനുള്ള താല്പര്യമുണ്ട്. And they need help to do that. So in September, probably 9 and 10, I will be visiting them and consulting with them, helping them to fulfill the criteria that are required. ആ സ്കൂളിനോട് ബന്ധത്തിൽ അതിനുവേണ്ട അപ്ഗ്രേഡേഷനും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രിയ സഹോദരൻ സെപ്റ്റംബറിൽ കടന്നു പോവുകയും ആ രീതിയിൽ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതെയും ഓർക്കണമേ. They also require some finances to complete the compound wall, make some extra classrooms. In order to fulfill this criteria, if you are led of the Lord, you're welcome to contribute to that ministry as well. അതിന്റെയും നിർമ്മാണത്തിന് വേണ്ടി അതിന്റെ പുറംഭിത്തിയും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയും ധനം ആവശ്യമുണ്ട്. ആ കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. Okay. Now, have you ever wondered why the book of Ruth is included in the Bible? ഈ രൂത്തിന്റെ പുസ്തകം വേദപുസ്തകത്തിൽ എന്തിനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചു? Did you know that this is the only book that is written in the name or given the name of a non-Jew? യഹൂദ അല്ലാത്ത ഒരു സ്ത്രീയുടെ പേരിൽ എഴുതിയിരിക്കുന്ന ആദ്യത്തെ പുസ്തകമാണ് ഈ രൂത്തിന്റെ പുസ്തകം. Why would someone take the effort to talk about this one woman and the things that happened to her? എന്തുകൊണ്ടാണ് ഇതിന്റെ ഈ വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്തുകയും ഈ രീതിയിൽ നമുക്ക് അത് പഠിപ്പാനൊക്കെ ഇടയാക്കുകയും ചെയ്യുന്നത്? One of the key things is that this is the book that connects the Lord Jesus to Bethlehem. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രൂത്തിന്റെ പുസ്തകമാണ് കർത്താവായ യേശുക്രിസ്തുവിനെയും ബേത്ലഹേമിനെയും ഒരുമിച്ച് ചേർക്കുന്നത്. Right? And if Ruth had not lived by faith, and if God had not worked in bringing Boaz and Ruth together, the scriptures that say that the Messiah would be born in Bethlehem would not have been fulfilled. ഈ രൂത്തിന്റെ ഈ ജീവിതവും അതുപോലെ ഈ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളും ഉൾപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജന്മത്തോടുള്ള ബന്ധത്തിലും നമുക്കൊരു അതിന്റെ ഒരു പൂർണ്ണമായ രേഖ ലഭിക്കുമായിരുന്നില്ല. Right? And then of course there are so many other lessons about the kinsman redeemer, a beautiful picture of the Lord Jesus Christ being our kinsman redeemer is going to come out from this. തന്നെയല്ല രൂത്തിന്റെ പുസ്തകത്തിൽ കാണുന്ന പോലെ ആ ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരന്റെ ചിത്രം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ചിത്രത്തുമായിട്ട് നാം താരതമ്യം ചെയ്ത് ചിന്തിപ്പാനൊക്കെ ഇടയാക്കി. And yesterday in chapter 1 we talked about bad decisions.
ഇന്നലെ നാം ചിന്തിക്കുകയുണ്ടായി നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളെ കുറിച്ച്. Elimelech and Naomi made a terrible decision to move out from the house of bread to a slop bucket or a place where you throw the waste bin. ഇന്നലെ കാണുകയുണ്ടായി എലിമലേക്കും നവോമിയും അപ്പത്തിന്റെ ഭവനത്തിൽ നിന്ന് അവരുടെ തെറ്റായ തീരുമാന മുഖാന്തരം അവർക്ക് ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. And those bad decisions had terrible consequences. അതായത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ പരിണിത ഫലം വളരെ വലുതായിരിക്കുമെന്ന് നാം ചിന്തിക്കുന്നുണ്ടായി. First of all, bad decisions or decisions made against the word move us away from the blessing that God intends to give you. നാം തെറ്റായ തീരുമാനങ്ങൾ ദൈവത്തിന്റെ വിരുദ്ധമായിട്ട് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മെ ഈ രീതിയിലുള്ള പ്രയാസങ്ങളിൽ കൂടി കടത്തിവിടുമെന്ന് നമുക്കറിയാം. Number 2, bad decisions bring death in some area of our lives. രണ്ടാമത്തെ കാര്യം, ഈ തെറ്റായ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചില മരണങ്ങൾ അവിടെ എവിടെയായിട്ട് ഉണ്ടാക്കുന്നു. And thirdly, bad decisions that we make have consequences on the people around us. തന്നെയുമല്ല, നാം എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ മുഖാന്തരം നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ ജീവിതത്തിൽ അത് ഒരു ദുഃഖ പരിണിതഫലമായി തീരും. Be careful, beloved, of the decisions that you make concerning your family, your career, your move, your geography, in all these areas. നാം തീർച്ചയായിട്ടും ഈ രീതിയിൽ നാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നാം വളരെ കരുതലുള്ളവരായിരിക്കണം എന്ന് നാം ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. Second point was about commitment. രണ്ടാമത്തെ ചിന്ത നാം ചിന്തിച്ചത് നമ്മുടെ പ്രതിജ്ഞത അല്ലെങ്കിൽ നമ്മുടെ തീരുമാനത്തോടുള്ള പ്രതിജ്ഞതയെ കുറിച്ചാണ്. Number 1, stay committed to God. ഒന്നാമതായിട്ട് നാം ദൈവത്തോട് പ്രതിജ്ഞാബദ്ധരാണ്. Be sure about your commitment and stay despite your circumstances, despite like the famine that came and despite the difficulties. Be committed to God. നാം എടുക്കുന്ന ദൈവത്തോടുള്ള തീരുമാനത്തിൽ മറ്റു പുറമേ നിന്ന് വരുന്ന ഏതൊരു സാഹചര്യങ്ങളെക്കാളും അതിനേക്കാളൊക്കെ അതിജീവിച്ചുകൊണ്ട് നാം നമ്മുടെ തീരുമാനത്തിൽ പ്രതിജ്ഞാബദ്ധരായിട്ട് ദൈവത്തോട് മുമ്പോട്ട് പോകണമെന്ന് നാം പറയുന്നു. Number 2, make sure that you are committed to your family. Take care of them. Be very careful about your commitment to your family. അതിനുശേഷം നമ്മുടെ പ്രതിജ്ഞാബദ്ധത നമ്മുടെ കുടുംബത്തോടും നമ്മുടെ കുഞ്ഞുങ്ങളോടും ആയിരിക്കണം എന്നുള്ള കാര്യം ചിന്തിക്കുന്നുണ്ടായി. And number 3, your commitment to your spouse is something that is, for a lifetime. It should not be broken. അതിനുശേഷം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് നാം എടുക്കുന്ന തീരുമാനങ്ങളും ആ ഒരു പ്രതിജ്ഞാബദ്ധതയും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നാം ചിന്തിക്കുന്നുണ്ടായി. And I do understand, there are some extreme examples and circumstances where that separation may have happened. Somebody has made a mistake and, it's been a disaster. Yes, it is possible. It happens in the fallen world that we are living in. നാം ഇന്ന് ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ചില അസാധാരണമായ നിലയിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയും ആ രീതിയിൽ നാം അതിന്റെ പരിണിതഫലം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. That's not the norm. It's not the norm to live separately. It's not the norm to be separated, to divorce. But in some extreme circumstances it may have happened. അതായത് ചില പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വേർപെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. And in such circumstances, beloved, the church must be a little gentle with people who are hurting from such situations. അങ്ങനെ ദുഃഖത്തിൽ കൂടി അല്ലെങ്കിൽ അങ്ങനെ വിഷമത്തിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട് സഭ തീർച്ചയായിട്ടും വളരെ അനുകമ്പയോട് കൂടി പെരുമാറേണ്ട ആവശ്യകതയുണ്ട്. It's easy for us to be legalistic and put people out and cut them off from the fellowship, but where else are they going to go? Where else will they find that healing? Where else are they going to find the truth? നമുക്ക് വളരെ എളുപ്പമാണ് നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ പ്രമാണങ്ങളും നമ്മുടെ ഉപദേശങ്ങളും പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ ഒറ്റപ്പെടുത്തുവാൻ വളരെ എളുപ്പമാണ്. എന്നാൽ നാം ഒരു കാര്യം ശ്രദ്ധിക്കണം, അവരും നമ്മളെ പോലെ മനുഷ്യർ തന്നെയാണെന്നും അവരുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ ബുദ്ധിമുട്ടുകളായിട്ട് നാം കാണുകയും ചെയ്യണം. Today we are going to talk about work and marriage. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് പ്രവൃത്തിയും നമ്മുടെ and marriage. വിശ്വാസം. Okay. There are plenty of lessons. I didn't even have the time to number them. So keep track as we go quickly through chapter 2 and 3. നാം 2-3 അധ്യായത്തിൽ കൂടിയാണ് ഇന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. Ruth chapter 2 and verse 1, 2 and 3. റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ. നവോമിക്ക് തന്റെ ഭർത്താവായ എലിമേലെക്കിന്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചർച്ചക്കാരുണ്ടായിരുന്നു.
അവന് ബോവസ് എന്ന പേര്. എന്നാൽ മോവാബി സ്ത്രീയായ റൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതർ പെറുകട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊള്ളുക മോളെ എന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിതാവിനെ ചെന്ന് പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലിമേലെക്കിന്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിൽ ആയിരുന്നു ചെന്നത്. Verse 1 talks about introduces the man Boaz. ഇവിടെ നാം രണ്ടാമത്തെ ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് അവിടെ ബോവസിനെ പരിചയപ്പെടുത്തുകയാണ്. Right, Boaz is known as a wealthy, prominent man from the clan of Elimelech. ഇവിടെ ബോവസിനെ കുറിച്ച് വായിക്കുന്നത് എലിമേലെക്കിന്റെ ആ പാരമ്പര്യത്തിൽ ബോവസ് ഒരു മഹാധനവാനായ ചർച്ചക്കാരനാണ്. And the author is preparing us for something big that's going to happen in the life of Ruth. ഇവിടെ നാം എഴുത്തുകാരൻ റൂത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ അതിപ്രധാനമായ ഒരു കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. Right, there was a time when she was a widow and she was looking ahead to a very, very difficult future in Israel, in Bethlehem. ബെത്ലഹേമിലെ വന്നതിന് ശേഷം താൻ ഒരു വിധവയാണ്. തന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത്. But with the introduction of this character Boaz, a big change is going to happen in her life. ഈ ബോവസിന്റെ പരിചയപ്പെടുത്തുന്നതോടു കൂടി രൂത്തിന്റെ ജീവിതം ആകമാനം മാറി മറിയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. And beloved, in your life and mine as well, please note that we may not see the big picture, we may not know everything that's going to happen in the future, and the future may look bleak according to our finite minds. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ നമ്മുടെ ഭാവിയിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളെ കുറിച്ചും നമ്മുടെ പരിമിതമായ ചിന്തകൾ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അതിന്റെ യഥാർത്ഥമായ രൂപം മനസ്സിലാക്കാൻ കഴിയും. And sometimes, like Naomi, we may say, "Oh, God has been bitter to me. God has dealt badly with me." നവോമി പറയുന്നുണ്ടായല്ലോ, ദൈവം എന്നോട് കഠിനമായി പ്രവർത്തിച്ചു എന്നാണ് നവോമി വായിക്കുന്നത് ഒന്നാമത്തെ അധ്യായത്തിൽ. Wait, be patient. You don't know the whole story. God is going to do something great. ഇവിടെ നാം തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. ദൈവം ജീവിതത്തിൽ ഒരു വലിയ കാര്യം ചെയ്യുവാൻ കൊണ്ട് പോകുകയാണ്. All right. In verse 2, Naomi says, "Let me go." She's requesting for permission. Let me go to the field so that I can gather grain behind whoever permits me to do so. രൂത്ത് നവോമിയോട് പറയുകയാണ് രണ്ടാമത്തെ വാക്യത്തിൽ, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നതിനെ ആശ്രയിച്ച് കതിർ പെറുകട്ടെ എന്ന് ചോദിച്ചു. I want to remind you of what I said yesterday, that Naomi and Elimelech has sold their property. നാം ചിന്തിക്കുകയുണ്ടായി, നവോമിയും എലിമേലെക്കും അവരുടെ സ്വത്ത് അവകാശം അവർ വിറ്റിട്ടാണ് മോവാബിലേക്ക് കടന്നുപോയത്. Right, and they have nothing to come back to. അവർക്ക് തിരിച്ചു വന്നാൽ അവർക്ക് അവിടെ ഒന്നുമില്ല. Right, and so they are absolutely poor, no property, nothing to do, no work, no profession. But Ruth is determined, I have to do something about my life. ഇവര് തിരിച്ചു വന്നപ്പോൾ ഇവർക്ക് ഒരു പ്രോപ്പർട്ടിയുമില്ല, ഒരു വസ്തുക്കളൊന്നുമില്ല, ഇവർക്കവിടെ മറ്റു യാതൊരു കാര്യങ്ങളുമില്ല. എന്നാൽ റൂത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ റൂത്ത് വളരെ ഒരു തീർച്ചയോടുകൂടി ഒരു തീരുമാനത്തോട് മുന്നോട്ട് പോവുകയാണ്, എനിക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്യണം. You know, she was not, as is normally the custom, be filled with self-pity and says, "Oh, my future thing, I don't know what I'm going to do. Somebody should take mercy on me." You know, and just be bitter and complaining about herself. റൂത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ താൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല, എനിക്ക് ആരുമില്ല, ഞാൻ തനിയാണ്, ഞാൻ വളരെ നിരാശയാണെന്നും ചിന്തിക്കുന്നില്ല, ആരെങ്കിലും എന്നോട് ദയ കാണിക്കണം എന്നൊന്നും ചിന്തിക്കുന്നില്ല. താൻ തന്റെ ജീവിതം ഉറപ്പിച്ചുകൊണ്ട് തീരുമാനിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. Right, and she was enterprising. She said, "Okay, now let me do something. We need to survive. Let me do something." ആ രീതിയിൽ റൂത്ത് തീരുമാനിക്കുകയാണ്, ഇവിടെ എന്തെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ, എനിക്ക് മുമ്പോട്ട് പോയേ പറ്റൂ. And she took hold of the provision that God had made. In Leviticus and Deuteronomy, you'll read about it. God made that provision in Israel that the poor's needs should be met. ദൈവം തീരുമാനിച്ചിട്ടുള്ള ആ ഒരു നിർണയപ്രകാരം പാവപ്പെട്ടവര് their needs should be met through some laws. അവരുടെ നിത്യത്തിലൊക്കെയും എങ്ങനെയും നിർവഹിക്കണം എന്നുള്ള ആ ഒരു പ്രമാണപ്രകാരമാണ് അവൾ മുമ്പോട്ട് പോകുന്നത്. You see, in advance the Lord understood and He made the people understand there's going to come time when some people among you may not be able to make ends meet. നമുക്കറിയാം, ഇത് നമ്മൾ പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ ചില രീതിയിലുള്ള പ്രയാസങ്ങൾ കടന്നു പോകേണ്ടി വരും. Right, they may have a loss in their business, or what they have intended to do would have been completely destroyed, and suddenly they're in debt.
ചിലരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ ബിസിനസ്സിൽ ചിലപ്പോൾ നഷ്ടം വരും, ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടെന്നിരിക്കും, അങ്ങനെ മറ്റു പ്രയാസം കടന്നു പോകും. അത് സ്വാഭാവികമാണ്. And the provision he has made is that the rich man, the one who has a plentiful harvest, he says, leave the edges of your field without reaping. അതായത് നിയമം ഇവിടെ കൊടുത്തിരിക്കുന്നത് ധനവാന്മാരായ മനുഷ്യര് ഇങ്ങനെയുള്ള സാഹചര്യത്തില് വയലിൽ കതിരുകൾ വിട്ടേക്കണം, അതായത് മറ്റുള്ളവർക്ക് പെറുക്കി ആവശ്യമുള്ളവർക്ക് പെറുക്കി അവരുടെ ആവശ്യം നിർവഹിക്കുവാനൊക്കെ അങ്ങനെ ഒരു നിയമം കൊടുത്തിട്ടുണ്ട്. When you are reaping, be thoughtful and don't take off everything. Be thoughtful about those who are poor and needy. We don't know who they are, but you leave the edges of your field. നാം ധനവാന്മാരായിരിക്കുമ്പോൾ നാം ഓർക്കേണ്ടത്, നാം പാവപ്പെട്ടവരെ ഓർക്കണം. അതെല്ലാം നമുക്കുള്ളത് മാത്രമല്ല, പാവപ്പെട്ടവർക്ക് കൂടി ഉള്ളതാണെന്നുള്ള ചിന്തയാണ് നമ്മൾ കാണുന്നത്. And then he says, even when you are gathering, making bundles, some stems may fall, some grains may fall. Leave it. Don't go back and pick it. Leave it for the poor, the widow, the alien. Let them take. നാം കറ്റകളൊക്കെയും കൊയ്യുമ്പോൾ, കറ്റകളൊക്കെ കൂട്ടി വെക്കുമ്പോൾ അതിൽ നിന്ന് വീഴുന്നതൊക്കെയും അത് പൊറുക്കരുത്, അതവിടെ ഇട്ടേക്കണം. കാരണം അതിന് ആവശ്യക്കാരുണ്ട്. ആ ഒരു നിയമമാണ്, ദൈവത്തിന്റെ നിയമമാണ് അവിടെ കാണുന്നത്. Ruth took hold of the promise of God, of the provision that God had made, and she said, all right, let me do at least that. ദൈവം കൊടുത്തിട്ടുള്ള ആ നിയമത്തിൽ രൂത്ത് ആശ്രയിച്ചുകൊണ്ട് താൻ മുമ്പോട്ട് പോവുകയാണ്. You see, it's not free. God didn't say, okay, you just go and give them some money, let them meet their need. No, they must work for it. They must come to the field, they must cut, they must reap, they must glean, they must thresh, they must carry the grain. All this work they must do. ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് ദൈവം വെറുതെ കൊടുക്കുകയല്ല, അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം, വയലിൽ പോകണം, പെറുക്കണം, അതിനുശേഷം അത് മെതിക്കണം. ആ അധ്വാനം നമ്മുടെ ഭാഗത്തുള്ളതാണ്. Beloved, hard work is what God expects from each one of us. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കഠിനാധ്വാനം, അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Right? Our work is not easy. Our work is not meant to be a breeze. We are called to work for a living. നമ്മുടെ ജീവസന്ധാരണത്തിന് വേണ്ടി നാം കഠിനാധ്വാനം ചെയ്യണമെന്ന് തന്നെയാണ് തിരുവചനം ഇവിടെ നാം മനസ്സിലാക്കുന്നത്. In the scriptures in Genesis chapter 2, the Lord placed Adam in the garden and he put him in charge and said, till the ground. നമുക്കറിയാം, ഏദൻ തോട്ടത്തില് ആദാമിനെ സൃഷ്ടിച്ചിട്ട് ആ തോട്ടത്തിന് അധിപതിയാക്കിയിട്ട് ആദാമിനെ ആക്കി എന്നാണ് വായിക്കുന്നത്. Right? And Adam had to do that work even before the fall. It was part of his nature. Adam, you're responsible. Conquer the earth and rule over it. ആദമിന് കൊടുത്തത് താൻ വീഴുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ ആ തോട്ടത്തിലാക്കി വെച്ച് അവിടെ അധ്വാനിക്കുവാനും അതിനുശേഷം അതിനെ ഭരിക്കുവാനും നിയന്ത്രിക്കുവാനുള്ള അവകാശമാണ് ആദമിന്. But it is the curse, it is the sin of Adam that made our work more and more difficult. എന്നാൽ പാപമുഖാന്തരം നമ്മുടെ ആ പ്രവൃത്തി അത് ഏറ്റവും ദുഷ്കരമായി തീരുവാൻ ഇടയായി. Before the fall, when Adam worked, he got the fruit of his labor. തന്റെ അധ്വാനത്തിന്റെ ഫലം താൻ വീഴുന്നതിന് മുമ്പായിട്ട് തനിക്ക് ലഭിക്കുകയുണ്ടായി. But after Adam fell, God said, you are going to have to work with the sweat of your brow. You're going to have to work, and still you may not get everything that you feel you should. പാപം ചെയ്ത് ആ വീഴ്ച സംഭവിച്ച ശേഷം താൻ കഠിനാധ്വാനം ചെയ്യുക മാത്രമല്ല, പലപ്പോഴും താൻ ചെയ്യുന്ന ആ വിയർപ്പിന്റെ അധ്വാനം പോലും പലപ്പോഴും കിട്ടാതെ പോവുകയും ചെയ്യുന്നു. Where you expect greenery and fruit and vegetables, you may get thorns and thistles. നാം അവിടെ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് വീണ്ടും അവിടെ തന്നെയും മുള്ളുകളും പറക്കാറുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. And that's why nothing ever satisfies, isn't it? It's no matter how much we work, no matter how much money we make, it never satisfies. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഒരിക്കലും തൃപ്തരാകുകയില്ല. But we must work hard, every one of us. തീർച്ചയായിട്ടും ഇത് നമ്മെ പഠിപ്പിക്കുന്നത് നാം കഠിനാധ്വാനം ചെയ്യണം, അതിനുവേണ്ടി പ്രയത്നിക്കണം എന്നുള്ളതാണ്. Children, in your studies, you must work hard. കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം കഠിനാധ്വാനം ചെയ്യണം. Things are not going to come on a silver platter. ഒരിക്കലും കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു സിൽവർ ഒരു വെള്ളിത്തളിയിൽ ലഭിക്കാൻ പോവുകയില്ല. When you get to college, work hard, put in those late hours, burn the midnight. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അധികം സമയമെടുത്ത് പഠിച്ച് അങ്ങനെ വേണം മുമ്പോട്ട് പോകുക. And men and women, as we work, we must work hard and be excellent in our work. നമ്മളൊക്കെ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജോലിയിലൊക്കെ വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ട് വേണം നമ്മുടെ ജീവിതസന്ധാരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ. Yes, the world is unfair. Yes, our society is unfair. Yes, our bosses are unfair. നമുക്കറിയാം, നമ്മുടെ യജമാനന്മാര് പലപ്പോഴും അവർ നീതിയുള്ളവരായിരിക്കില്ല. എന്നാലും നമ്മുടെ സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് ഫെയർ ആയിരിക്കും. എന്നാലും And it is possible that
There's going to be job losses, losses of promotion, all kinds of things. Yes, that is all a reality. തീർച്ചയായിട്ടും നമ്മുടെ ജോലി പ്രൊമോഷൻ ലഭിച്ചെന്ന് വരികയില്ല, മറ്റു കുറ്റപ്പെടുത്തലുകളൊക്കെ പലപ്പോഴും ഉണ്ടായിരുന്നു. എന്നാലും അവിടെയൊക്കെയും നാം കഠിനാധ്വാനം ചെയ്ത് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ഇത് It's മനസ്സിലാക്കുന്നത്. so vital for every one of us to recognize that we need to work hard. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം വളരെയധികം കഠിനാധ്വാനം ചെയ്യണം. And look at what Ruth did in verse 3. ഇവിടെ മൂന്നാമത്തെ വാക്യത്തിൽ എന്താണ് രൂത്ത് ചെയ്തത് നമുക്ക് കാണാം. Ruth went and gathered grain in the fields behind the harvesters. അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. Okay, go to verse 7 and look at what the supervisor of Boaz says about Ruth. അവിടെ ഏഴാമത്തെ വാക്യത്തില് ബോവസ് അവരുടെ ജോലിക്കാരുടെ പറയുന്നത് വായിക്കുന്നുണ്ട്. ഏഴാമത്തെ No, വാക്യം the supervisor said to Boaz. ഭൃത്യന്മാര് ബോവസിനോട് പറഞ്ഞതെന്നാണ് അവിടെ കാണുന്നുണ്ട്. ഏഴാമത്തെ വാക്യത്തിൽ ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കളറിനിടയിൽ വെച്ച് പെറുക്കിക്കൊണ്ട് നമ്മൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു, വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്ന് ഉത്തരം പറഞ്ഞു. She's been working hard അവൾ ആ വയലിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്തു. from this morning until now. രാവിലെ മുതൽ ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. Okay, go to verse 17. 17ാമത്തെ വാക്യം. അങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കിയത് മതിച്ചപ്പോൾ ഏകദേശം ഒരു പറ യവം ഉണ്ടായിരുന്നു. That's 15 kilos of barley seed. 15 കിലോ യവം ആണ് അന്നത്തെ. That's how much she was able to collect in one day. ഒരു ദിവസം അവൾ പെറുക്കി മെതിച്ചെടുത്തത് 15 കിലോ ബാർലി യവമായിരുന്നു. Go to verse 23. 23ാമത്തെ വാക്യം. അങ്ങനെ അവൾ യവക്കൊയ്ത്തും ഗോതമ്പ് കൊയ്ത്തും തീരുവോളം പെറുക്കുവാൻ ബോസിന്റെ ബാലിക്കാരോട് ചേർന്നിരിക്കുകയും അമ്മാവിയമ്മയോടും കൂടെ പാർക്കുകയും ചെയ്തു. Right, this is 2 months of hard work. The barley harvest is in the month of April, March to April, and the wheat harvest is April to May. 2 whole months she struggled, and she worked. 2 മാസം, അതായത് യവക്കൊയ്ത്തിന്റെയും ഗോതമ്പ് കൊയ്ത്തിന്റെയും 2 മാസം പൂർണ്ണമായിട്ട് അവൾ അവിടെ അധ്വാനിക്കുകയും അതിനുശേഷം തന്റെ അമ്മാവിയമ്മയോട് പാർക്കുകയും ചെയ്തു. Don't be surprised, beloved, that you need to work hard. ഒരിക്കലും പ്രിയപ്പെട്ടവരെ നാം അതിശയിച്ചു പോകരുത്. നാം തീർച്ചയായിട്ടും കഠിനാധ്വാനം ചെയ്യണം. As you work hard, God supplies your need. നാം കൂടുതലായിട്ട് നാം കഠിനാധ്വാനം ചെയ്യുമ്പോൾ ദൈവം നമ്മെ കൂടുതലായിട്ട് അനുഗ്രഹിക്കും. Please remember that it is God who gives us the energy, the wisdom, the intellect to work like this. തീർച്ചയായിട്ടും ദൈവമാണ് നമ്മെ ഇതിനൊക്കെയും പ്രാപ്തരാക്കുന്നത്. നമുക്ക് ജ്ഞാനവും ബലവും ശക്തിയും ഒക്കെ തരുന്നത്. And as you work, you place that work in the hands of the Lord and say, Lord, you bless the work of my hands. നാം ജോലി ചെയ്യുമ്പോൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ അത് നാം ദൈവകരങ്ങൾ ഫലമേൽപ്പിക്കുമ്പോൾ ദൈവം അതിന് ധാരാളമായിട്ട് അനുഗ്രഹിക്കും. And you provide for my needs. ദൈവമാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. God is able to make that salary, even if it is small or large, sufficient for your need. ആ ദൈവമാണ് നമ്മുടെ ചെറുതോ വലുതോ ആയ ശമ്പളം നമ്മുടെ ആവശ്യത്തിന് മതിയാകുന്ന രീതിയിലാക്കി തരുന്നത്. Remember that despite your work and despite the big salary, it may never be enough. If it is small, it will be adequate. If it is in the Lord, if your attitude is, this is coming from the Lord. നമ്മുടെ മനോഭാവം ഇത് ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് നാം ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശമ്പളം വലുതോ ചെറുതോ എന്തുമാകട്ടെ അതൊക്കെയും നമ്മുടെ ആവശ്യത്തിന് മതിയായതാക്കി തീർക്കുവാൻ തക്കണം ദൈവത്തിന് കഴിയും. Right. If I am working for a huge salary, it will never be enough. If my focus is just on that. നാം വലിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ ചിന്താഗതി ശരിയല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് ശരിയല്ലെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത് It will never be enough. And in the Old Testament and in the New Testament, the instruction to those who have plenty is remember those who are needy among you. നാം പഴയ നിയമത്തിൽ വായിച്ചാലും പുതിയ നിയമത്തിൽ വായിച്ചാലും നമ്മുടെ സംതൃപ്തിക്ക് ആധാരമായിരിക്കുന്നത് നാം ആവശ്യമുള്ളവരോട് നാം സഹായിക്കുന്നതിന്. Remember to do good to those who are not able to do it. നമ്മുടെ ഇടയിൽ ആവശ്യങ്ങളുള്ളവരെ സഹായിക്കുന്നതോടനുബന്ധിച്ചാണ് നമ്മുടെ ജീവിതത്തിന്റെ സംതൃപ്തി ആയിരിക്കുന്നത്. Right, and despite the fact that they may struggle so much, they may not be able to make ends meet, and so it is vital, beloved, that those who can, those who have abundancy, those who have in abundance, we must make provision in our personal budget, in our community budget, make provision for those who are poor and needy. നമ്മുടെ ഇടയിൽ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ളവരെ നാം സഹായിക്കുവാൻ തക്കോണം ആ രീതിയിൽ ധനമുള്ളവര് അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമുള്ളവര് ആ രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
Now, I also want to give you a word of caution. ഇവിടെ ഒരു മുന്നറിയിപ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. When I say poor and needy, I'm not talking about the evangelist, ഇവിടെ poor and needy എന്ന് പറയുന്നത് ഒരിക്കലും സുവിശേഷകരുടെ ഉദ്ദേശമല്ല. right? Because very often we think, yes, some of them are poor. There are evangelists that are living on just 3,000 to 4,000 rupees a month. തീർച്ചയായിട്ടും വളരെയധികം വളരെ ചുരുങ്ങിയ ചെലവിൽ ജീവിക്കുന്ന സുവിശേഷന്മാർ നമ്മുടെ ഇടയിലുണ്ട്. But what's the instruction of Scripture when it comes to giving to the priests, the Levite priests? എന്നാൽ പുരോഹിതന്മാർക്ക് കൊടുക്കുന്ന ബന്ധത്തിൽ തിരുവചനത്തിന്റെ നിർദ്ദേശം എന്താണ്? Go through the book of Leviticus. ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ In all the sacrifices, except the first one, the burnt offering, in every sacrifice that you bring to the Lord, you're supposed to offer your best. ഓരോ യാഗത്തിലും നാം ദൈവസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ അതിന്റെ ഏറ്റവും മേത്രമായിട്ടാണ് ദൈവത്തിന് കൊടുക്കുന്നത്. God will not allow, God will not tolerate diseased animal, lame, the sick, the polluted, all those kind of sacrifices he will not tolerate. ദൈവം ഒരിക്കലും ചക്കുള്ളതും മുടന്തുള്ളതും രോഗമുള്ളതും ഒരിക്കലും അങ്ങനെയുള്ള ഒന്നും ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. You notice when the Lord says bring a grain offering, when particularly you're bringing it to the Lord, it should be fine flour. നാം ഗ്രെയിൻ ഓഫറിംഗ് കൊണ്ടുവരുമ്പോൾ അത് നേരത്തെ പൊടിയാണെന്നാണ്. What does that mean? അതിന്റെ അർത്ഥം എന്താണ്? Oh, I remember my mother telling me, get on the floor, start pounding. Start pounding the grain, because we don't have money to go to the flour mill. I don't think there are flour mills here, right? We had to pound at home, and the more you pound, the more fine it becomes. ഓർമ്മയുണ്ടായി, രാവിലെ തന്റെ മാതാവ് ധാന്യം പൊടിക്കുവാൻ വേണ്ടി അവരെ നിർബന്ധിക്കുകയും അത് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയും തന്നെയല്ല, അത് കൂടുതൽ ഇടിക്കുമ്പോൾ അത് കൂടുതൽ മയമുള്ളതും പൊടിയുള്ളതുമായി തീരുക. So when it is fine, that means there is extra effort, right? I pound for 5 minutes, and she'll come and check. No, that's not enough. Pound some more. അത് ഇടിക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ട് മാതാവ് നോക്കും അത് ശരിക്കും പൊടിഞ്ഞു വലിയോ, ഇല്ല ആയിട്ടില്ല, പിന്നെ ഇടിക്കാൻ When പറയും. you give to the Lord, it's not what you use at home. You give fine flour to the Lord. നാം ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും പൊടിയുള്ളത്, ഏറ്റവും നേർമമായി, ഏറ്റവും നല്ലതാണ് നാം ദൈവത്തിന് കൊടുക്കുന്നത്. And when you give that flour, the priest takes some of it and lays it on the altar as per the instruction. പുരോഹിതനെ കൊടുക്കുമ്പോൾ പുരോഹിതൻ അത് കുറച്ചെടുത്തിട്ട് ആ യാഗ ഓൾട്ടറിലേക്ക് തന്നെ വെക്കുകയാണ്. What happens to the rest? അതിനുശേഷം ബാക്കി എന്താ ചെയ്യും? It belongs to the Levites. It belongs to the priest. അത് ആ പുരോഹിതന്, ആ ലേവ്യർക്കുള്ളതാണ്. May God search our hearts. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ചു. Very often we give what we have already used and we have no longer any use for it. And we think the evangelist can benefit. പലപ്പോഴും ദൈവത്തിന് കൊടുക്കുന്നത് നാം ഒക്കെ ഉപയോഗിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒട്ടും ഉപയോഗമില്ലാത്ത കാര്യങ്ങൾ അവർ സുവിശേഷന്മാർക്കായിക്കോട്ടെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. We give money that is left over to the Lord and to the evangelist, thinking, let them manage with less. നാം സുവിശേഷം കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ തുച്ഛമായ രീതിയിൽ അവരെങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോട്ടെ എന്ന രീതിയിലായിരിക്കും നമ്മുടെ. Beloved, God is not pleased with our offerings. തീർച്ചയായിട്ടും നാം നമ്മളെ തന്നെ ശോധന ചെയ്യാം. If you really, sorry. നമ്മുടെ കൊടുക്കലുകളെ അംഗീകരിക്കുന്നതോ നാം. If you really want to give to the Lord, give first from your salary and then you manage with the rest. നാം ദൈവത്തിന് കൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ ധനത്തിന്റെ, നമ്മുടെ ശമ്പളത്തിന്റെ ആദ്യത്തെ പങ്ക് ആ ദൈവത്തിന് കൊടുത്തു നോക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും. Right. Young people who are about to work, right, get into college and about to start working, develop that practice. First of the month, when you get your salary, you set aside the portion, give it to the assembly, and then you manage with the rest. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെയും പഠിച്ച് ജോലിയൊക്കെ ലഭിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അത് ജീവിതത്തിന്റെ പ്രമാണമാക്കിയിരിക്കണം. ശമ്പളം കിട്ടി 1-ാം തീയതി ആ ദൈവത്തിന് കൊടുക്കാനുള്ള പങ്ക് മാറ്റി വെച്ചുകൊണ്ട് മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റൂ. By doing that, you are saying, God, the salary came from you, and I'm giving you the best of that. നാം അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തോട് നാം പറയുകയാണ്, ദൈവമേ നീയാണ് ഞങ്ങൾക്ക് ശരിക്കും സാധനം തന്നത്, ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നു പറയുക. And God will bless and enable you to be satisfied, and He will multiply that, right? God is not a debtor to anyone. ദൈവം ആരുടെ കടക്കാരനല്ല. നാം അങ്ങനെ ചെയ്യുമ്പോൾ, ആ ഒരു മനോഭാവത്തോട് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. That's why the Lord Jesus said, cast your bread upon the waters. അതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞത്, അപ്പം നിന്റെ അപ്പം വെള്ളത്തിൽ നിന്ന്, And it will come back to you, pressed down, shaken together, running over.
അമർത്തി കുലുക്കി നിങ്ങൾക്ക് അതിനെ തിരികെ ലഭിക്കുമെന്ന് നമുക്ക് കാണുകയുണ്ട്. What does that mean? When you cast your bread on the waters, it's gone, isn't it? It's like the ocean is taking it away. It's like a waste. നാം അപ്പം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതങ്ങ് പോകും, നമുക്ക് തിരിച്ചു ലഭിക്കും. But what the Lord is saying is, you cast it and you trust me. Yeah. You provide. I'm going to provide. Pressed down like a soda can. It's going to be pressed down, and when you shake that soda can, it is going to burst with God's blessing. നാം സോഡാക്കാൻ നമ്മൾ പൊട്ടിക്കുമ്പോൾ അത് വളരെ ശക്തിയോടുകൂടി അത് പ്രവഹിക്കുന്ന പോലെ നാം നമ്മുടെ അപ്പത്തെ വെള്ളത്തിലിടുമ്പോൾ അതിന്റെ ഫലം തിരികെ നമുക്ക് അതിനേക്കാൾ മടങ്ങ് അതിൽ പല മടങ്ങായിട്ട് നമുക്ക് If തിരികെ. you've learned to give, I'm sure you've received this blessing in your life. I know I have. നാം കൊടുക്കുവാൻ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും. Ruth was willing to work hard. രൂത്ത് ആ രീതിയിൽ വളരെയധികം You and I must work hard knowing that our energy comes from the Lord, our salary belongs to the Lord. He will abundantly provide for your need. നാം വർക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ശമ്പളം ദൈവത്തിൽ നിന്ന് വരുന്നു, നമ്മുടെ എനർജി നമ്മുടെ ഊർജ്ജം ദൈവത്തിൽ നിന്ന് വരുന്നു നാം ചിന്തിച്ചാരുക ചെയ്യുമ്പോൾ ദൈവം ധാരാളമായിട്ട്. May I also say about the Sabbath? ശബത്തിനെ കുറിച്ച് ചിന്തിക്കും. Yes, we don't follow the Sabbath. നാം ഒരിക്കലും ശബത്ത് അനുഗമിക്കുന്നവരല്ല. Right? It's for the Jew. അത് യഹൂദന്മാർക്കുള്ളതാണ്. But there's a principle there. എന്നാൽ അവിടെ ഒരു പ്രമാണമുണ്ട്. The principle was, for the Jew, he's supposed to keep that day sacred, dedicated to the Lord, spend time with his family, spend time in the assembly. ആ ശബത്ത് ദിവസം യഹൂദനെ സംബന്ധിച്ചിടത്തോളം അത് വിശ്രമത്തിന്റെയും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കേണ്ടതിന്റെയും വളരെ ആവശ്യമുണ്ട്. And when he does that, he's saying, Lord, I'm trusting you to meet my needs out of 6 days' salary. താനങ്ങനെ ചെയ്യുമ്പോൾ ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, എന്റെ 6 ദിവസത്തെ അധ്വാനത്തിൽ മാത്രമല്ല, No, I'm trusting you to meet my need from the work that I did for 6 days, because I'm not working on the 7th day. ഞാൻ 7ാം ദിവസം വർക്ക് ചെയ്യുന്നില്ല, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്റെ 6 ദിവസത്തെ പ്രവർത്തനത്തിൽ എന്നാണ്. And in that, God provides for your needs. അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം. Imagine a daily wage laborer. നാം ഒരു കാര്യം ചിന്തിക്കുക, ദിവസക്കൂലി ജോലി ചെയ്യുന്ന That one day, he is losing that salary. ഒരു ദിവസത്തെ ശമ്പളം നഷ്ടപ്പെടുകയാണ് അവിടെ. But that's the law. എന്നാൽ അത് നിയമമാണ് അവിടെ. For the businessman who had the foreigner, who had the people from other countries who don't even believe in the God of Israel, God said, close down your business. Let even the alien understand this is the day of the Lord. ഇവൻ പരദേശികളെ പോലും, അതായത് യഹൂദന്മാരല്ലാത്തവർക്ക് പോലും ആ നിയമം ബാധകമാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. The principle applies to you and to me. അതേ ആ പ്രമാണം നമ്മുടെയും ജീവിതം എനിക്കും നിനക്കും നമുക്ക് ഒരുപോലെ ബാധകമാണ്. Learn to take rest, beloved people of God. ഒരു ദിവസം ആ സ്വസ്ഥതയോടിരിക്കാൻ ആഗ്രഹിക്കുന്നു. Learn to give that time to the Lord, trusting He will meet my need. It's not me. ആ സ്വസ്ഥമായിട്ടിരുന്നുകൊണ്ട് ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുമെന്നുള്ള ആ ഒരു മനോഭാവത്തോടെ ഇരിക്കാൻ. When you set aside that one day, you are saying, Lord, I am trusting you to provide for my heart. നാം ഒരു ദിവസം ദൈവസന്നിധിയിൽ വേർതിരിക്കുമ്പോൾ നാം ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയാണ്. But when you think it is so important for me to work all 7 days of the week, otherwise I'm going to lose that salary, I'm going to miss that, even that will not be enough. You will be in debt for the rest of it. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നാം 7 ദിവസവും ജോലി ചെയ്ത് വളരെയധികം ബുദ്ധിമുട്ടി വളരെയധികം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോഴും പലപ്പോഴും ഈ 7 ദിവസം ജോലി ചെയ്തിട്ട് പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്കൊന്നും മതിയായി വരുന്നില്ല. Ruth worked hard and God blessed her in abundance. She was able to collect 15 kilos of barley. You can't eat that much in one day, but in one day she could get that. ഒരു ദിവസം 15 കിലോ യവം താൻ വളരെ കഷ്ടപ്പെട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് താൻ അവിടെ നേടിയെടുക്കുന്നത് കാണാൻ. All right, look at verse 3 and 4. 3-4 വാക്യങ്ങൾ. Now she just happened to end up in the portion of the field belonging to Boaz. Look at verse 4. Now at that very moment, Boaz arrived. ഇവിടെ വായിക്കുന്ന അപ്പോൾ 4ാമത്തെ വാക്യത്തിൽ അപ്പോൾ ഇതാ ബോവസ് ബേത്ലഹേമിൽ നിന്ന് വരുന്നു. Look verse 3 again. 3ാമത്തെ വാക്യം കൂടെ, അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി ഭാഗ്യവശാൽ അവൾ എലിമേലെക്കിന്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിൽ ആയിരുന്നു ചെന്നത്. What does that mean? എന്താണ് അതിനർത്ഥം? What's the English word of that? She happened to be. And verse 4. 4ാമത്തെ വാക്യം, At that very moment, behold, Boaz. ആ സമയത്ത് അപ്പോൾ അതാ ബോവസ്. Sounds like luck.
She just happened to be there. She didn't plan for it. She just happened to be there. Just then Boaz comes. Oh, it sounds like a movie. ആ വയലിലേക്ക് വരികയാണ് രൂത്ത്. അതേ സമയം തന്നെ ബോസും അവിടെ കടന്നു വരികയാണ്. Beloved, that's how God works. ഇതുപോലെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. Boaz was not hunting for a bride, and Ruth was not hunting for a husband. Ruth was busy in her work. Boaz was busy in his work. God brought them together at that very moment. നമ്മൾ കാണുന്നത് ബോസ് ഒരു ഭർത്താവിനെ ബോസ് ഒരു ഭാര്യ അന്വേഷിക്കായിരുന്നില്ല, രൂത്ത് ഒരു ഭർത്താവിനെ അന്വേഷിക്കായിരുന്നില്ല. എന്നാൽ ദൈവം ആ സമയത്ത് അവരെ രണ്ടുപേരെയും അവിടെ ഒരുമിച്ച്. Young people waiting to get married. നമ്മുടെ യൗവനക്കാര് വിവാഹത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന യൗവനക്കാര്, You keep busy at your work. നീ നിങ്ങളുടെ ജോലികളിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുക. You be faithful in your work and in your ministry. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനത്തിലും നിങ്ങളുടെ ശുശ്രൂഷയിലും വിശ്വസ്തരായിരിക്കുക. God will bring you to the right place at the right time. ദൈവം നിങ്ങളെ തക്ക സമയത്ത് തക്ക സ്ഥലത്ത് എത്തിച്ചു കൊണ്ടുവരും. It is in doing your work and in your ministry that God will bring you. നാം നമ്മുടെ പ്രവൃത്തി ചെയ്യുമ്പോഴും അതുപോലെ നമ്മുടെ ശുശ്രൂഷ ചെയ്യുമ്പോഴും നാം ആ വ്യാപൃതരായിരിക്കുമ്പോൾ തന്നെ ദൈവം അത് തക്ക സമയത്ത് Again, and trusting God to provide for you. ദൈവത്തിൽ ആശ്രയിക്കുകയാണ് നാം ചെയ്യുന്ന ആ സമയത്ത്. Lord, you bring the perfect person into my life. ദൈവമേ, എന്റെ ജീവിതത്തില് ഏറ്റവും നല്ല വ്യക്തി നീ കൊണ്ടുതരണമേ. Right? Thank God for godly men and women who hunt for us. I thank God for that. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി വളരെ നല്ല ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുവാൻ നമ്മളെ സഹായിച്ചിട്ടുള്ള അനേകം പ്രിയപ്പെട്ടവരുണ്ട്. Oh, in many cultures, the parents have just given up and they say, okay, you better go and find somebody because we don't know anybody. You bring the person, we'll marry you. പലപ്പോഴും പലയിടത്തും സംഭവിക്കുക ഇങ്ങനെയാണ്, മക്കളോട് കൂടെ നിങ്ങൾ പോയി എവിടെയും കണ്ടുപിടിച്ചുകൊള്ളുക, ഞങ്ങളത് ശരിയാക്കി തരാം, വല്ലെന്ന് അവർക്ക് തരാം. We're going to talk about that a little later. But, you know, God's wonder working. God brings people together. God is working in the background to make His will be accomplished. ഇവിടെ നാം കാണുന്നത് ദൈവത്തിന്റെ ഹിതം നടത്തുവാൻ വേണ്ടി, ദൈവഹിതം പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. All right. Now let's look at Boaz. നാം അതിനുശേഷം ബോസിനെ നോക്കാം. And Boaz is this wonderful man of God, such an example for us. ബോസിനെ കാണുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉദാത്തമായ ഉദാഹരണമായിട്ടാണ് നാം ബോസിനെ. Now Boaz arrives from Bethlehem and he greets the harvesters. May the Lord be with you, and they replied, may the Lord bless you. ഇവിടെ ബോസ് വരുമ്പോൾ നാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ബോസ് വരുന്നു. ബോസ് ബേത്ലഹേമിൽ നിന്ന് വരുന്നു. അവൻ കൊയ്ത്തുകാരോട് യഹോവ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവരോട് പറഞ്ഞു. അവരുടെ തമ്മിലുള്ള സംഭാഷണം ഇവിടെ കാണുന്നു. I want you to remember the context of this story. ഇതിന്റെ പാശ്ചാത്തലം നിങ്ങളൊന്ന് ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Yesterday we said every man did what was right in his own eyes. There was nobody to counsel them, nobody to guide them in spiritual ways. But here's a godly man speaking godly words in his profession. ഇവിടെ നാം കാണുകയുണ്ടായി, ഇസ്രായേൽ രാജാവില്ലാത്ത സമയത്ത് ഓരോരുത്തരും തനിക്ക് ബോധിച്ച പോലെ നടന്ന ഒരു സാഹചര്യമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു ബോസിനെയാണ് നമ്മൾ കാണുന്നത്. What are the words that come out of my mouth in my profession? ഇവിടെ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ഔദ്യോഗിക സ്ഥാപനങ്ങൾക്ക് Are they words of godliness, of grace, of compassion, or are they filth and harshness? You know, to put down the person and just gossip about this and compete with that. നമ്മുടെ ഔദ്യോഗിക സ്ഥാനങ്ങളൊക്കെ നാം ജോലി ചെയ്യുമ്പോൾ നമ്മുടെ പ്രതികരണം, നമ്മുടെ മനോഭാവം ഏത് രീതിയിലാണെന്ന് നാം ചിന്തിക്കണം. നാം മറ്റുള്ളവരോട് സഹാനുഭൂതിയോടുകൂടി അനുകമ്പയോടുകൂടിയാണ് ഇടപെടുന്നത്, അതോ നമ്മുടെയൊക്കെ വാക്കുകളും പ്രവൃത്തികളും വളരെ പരുഷമുള്ളതും അതുപോലെ അങ്ങനെയുള്ളതാണെന്ന് നാം ചിന്തിക്കണം. What do my colleagues, my business partners, my employees, my juniors, my seniors, what do they think about me? What impression am I giving through the words I speak? നാം നമ്മുടെ പ്രവർത്തികൾ മുഖാന്തരം, നമ്മുടെ വാക്കുകൾ മുഖാന്തരം നാം ഏത് രീതിയിലാണ് നമ്മെ തന്നെ മറ്റുള്ളവർക്ക് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് നാം ചിന്തിക്കും. There was no doubt in the servants' minds, here's a godly man. ഇവിടെ നാം കാണുന്നത് ആ ഭൃത്യന്മാരുടെ ബാല്യക്കാരുടെ മനസ്സിൽ ഒരു ചിന്തയാണ്, ഇതാ ഒരു ദൈവ മനുഷ്യൻ. Oh beloved, may that be our testimony, Lord. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെ ആയിരിക്കട്ടെ നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ നമ്മളെ കുറിച്ചുള്ള മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ച്. I'm not saying that we should be reciting scripture and singing psalms and hymns and all of that, but through our words, how we interact with people, be gracious, be godly,
let them see the gospel through you. നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെയും നാം എപ്പോഴും വേദപുസ്തകം വായിക്കുന്ന വാക്യങ്ങൾ പറയണമെന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വാക്കുകൾ മുഖാന്തരം മറ്റുള്ളവര് ദൈവത്തെ കാണുവാൻ തക്കണം. ഇവിടെ നാം കണ്ടതുപോലെ ദൈവത്തെ കാണുവാൻ തക്കണം ഇടയാക്കിയിരുന്നത്. Let there be words of blessing, of comfort, of encouragement. അനുഗ്രഹത്തിന്റെയും അനുകമ്പയുടെയും അതുപോലെ പ്രോത്സാഹനത്തിന്റെയും വാക്കുകളാണ് നമ്മുടെ ഈ വാക്കുകളിൽ നിന്ന് വായിൽ നിന്ന് വീഴുന്നത്. In a difficult time in your company or in your business, what is your reaction? How do you react to that situation? How do you react to somebody who's made a mistake? That is your testimony. നമ്മുടെയൊക്കെ ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ നാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? മറ്റുള്ളവരെ പഴിചാരുകയാണോ, അതോ കുറ്റപ്പെടുത്തുകയാണോ, അതോ ഏത് രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്തത്? അത് നമുക്കൊന്ന് ചിന്തിക്കാം. Notice in verse 5 he says, immediately he is asking, who is this woman? Who does this woman belong to? അഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് കൊയ്ത്തുകാരുടെ മേലാളനെ ഭൃത്യനോട് ബോസ് ചോദിക്കുകയാണ്, ഈ യുവതി ഏത്? That simply means that Boaz knew every one of his employees, that immediately he could recognize, here's somebody new, here's somebody different, here's somebody I haven't seen before. ഇവിടെ നാം കാണുന്നത് ബോസ് ഈ യുവതിയെ കണ്ടപ്പോൾ, ഈ യൂത്തിനെ കണ്ടപ്പോൾ പെട്ടെന്ന് പറയുകയാണ്, ഏതാണ് ഈ യുവതി? കാരണം അവിടെയുള്ള എല്ലാ ജോലിക്കാരെയും ബോസിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ ഒരു യുവതിയെ കണ്ടപ്പോൾ ചോദിക്കുന്നത്, ഈ യുവതി എവിടെ നിന്ന് വന്നത്? That takes time, isn't it? It takes time to spend time with your colleagues. It takes time to spend time with your juniors, your workmates, your employees, to know them. So much so that when somebody new comes in, you immediately know. നമ്മുടെ ഔദ്യോഗിക സ്ഥാപനങ്ങളിലൊക്കെ നാം ജോലി ചെയ്യുമ്പോൾ മറ്റുള്ളവരെ നാം നന്നായിട്ട് അറിയുകയും അവരുമായിട്ട് ഇടപെടുകയും ചെയ്യണം എന്നുള്ളതാണ് നാം ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ഒരു പുതിയൊരാൾ വരുമ്പോൾ നാം ചോദിക്കണം, നാം അറിഞ്ഞിരിക്കണം, ഈ വന്നിരിക്കുന്ന ആരാണ്. Do you take an extra concern, beloved, on those who are junior to you, those who are subordinate to you, those your business partners who may be going through a difficult time, right? That is so vital. That's what a great boss does. നമ്മുടെ ജൂനിയേഴ്സിനോടൊക്കെയും നാം സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ നാം ആ രീതിയിൽ എത്രമാത്രം കരുതലും അനുകമ്പയും ഉള്ളവരായിരിക്കണം എന്ന് നാം കാണുന്നു. And it's not just that he is asking, he's actually called her, because verse 8, he's automatically speaking to her. That means he's called her and he's asking his servant in charge, who is this woman? ഇവിടെ എട്ടാമത്തെ വാക്യം കാണുന്നത് താന് ഏതും ചോദിക്കുക മാത്രമല്ല, താൻ ബാല്യക്കാരോട് കൂടിയും ചോദിക്കുന്നുണ്ട്. എട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ബോസ് റുത്തിനോട് കേട്ടതോടെ തുറക്കുവാൻ വേറൊരു വഴിയിൽ പോകേണ്ട. Right, that means he has already called her and he is already talking to her. അതിനർത്ഥം താൻ അതിനു മുമ്പ് തന്നെ റൂത്തിനെ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. So again, when somebody new joins the company, get a chance to get to know them. If you are in a senior position, right, take them into your confidence, get to know them, who they are and what is the skill that they bring to your company, and form a friendship with them. നമുക്കും സീനിയർ പൊസിഷനിലൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ ഔദ്യോഗിക സ്ഥാപനങ്ങളിലൊക്കെ ഒരു പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ നാം അവരെയൊക്കെ അന്വേഷിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അവർക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ നാം പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യകതയാണ് ഇവിടെ കാണുന്നത്. Boaz the owner came into the field and greeted the harvesters. That means he was right in the field with his people. ബോവസ് ഇവിടെ കാണുന്നത് താൻ വയലിലേക്ക് വന്നിട്ട് അവിടെയുള്ള തന്നെ ജോലിക്കാരോട് അവിടെ ഗ്രീറ്റ് ചെയ്യുന്നതായിട്ട്, not sitting from afar and making or sending orders. He's right there with them. They are doing that hard work. This is the time of the harvest, and he is right there with his employees. അവിടുത്തെ വലിക്കാരോട് കൂടെ ബോവസ് ആ കൊയ്ത്ത് സമയത്ത് ആ വയലിൽ അവരോട് കൂടെ ആയിരിക്കുന്നതാണ് നാം കാണുന്നത്. Look at chapter 3 and verse 3. It says, go down to the threshing floor, right? Don't let the man know you're there. And when he is lying down, verse 4, when he gets ready to sleep, take careful notice of where he lies down. That means Boaz is lying down in the threshing floor along with his employees. ഇവിടെ നാം കാണുന്ന 3-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ബോവസ് യവം പാറ്റുന്ന ആ കളത്തിൽ ഉറങ്ങുകയാണ്, അവിടെയാണ് ഉറങ്ങുന്നത്. How appreciative those workers would have been, that my boss is right here with me in the field. തീർച്ചയായിട്ടും ആ ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ എത്രമാത്രം തന്റെ ആ യജമാനനെ പുകഴ്ത്തുന്നു എന്ന് നാം അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു എന്ന് നാം ഇവിടെ കാണുവാൻ പറ്റുന്നതാണ്. Right, verse 14, Boaz is sitting with them and having a meal. 15-ാമത്തെ വാക്യത്തിലെ ബോസ് ഭക്ഷണത്തിന് വേണ്ടി അവിടെ ഇരിക്കുകയാണ്. Right, verse
verse 9 it says, go to the water jars and drink some of the water that the servants brought. That means Boaz is providing plenty of water for his hard workers. ഒന്നാമത്തെ വാക്യത്തില് അവിടെ പറയുന്നുണ്ടല്ലോ, ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരുകി ചെന്ന് ബാല്യക്കാർ കോരി വെച്ച് കുടിച്ചുകൊള്ളെന്ന് പറയുമ്പോൾ അവിടെയുള്ള ജോലിക്കാർക്ക് വേണ്ടി ആവശ്യം പോലെ വെള്ളം തന്നെ That's a great boss. തീർച്ചയായിട്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ട Boss ഒരു is യജമാനൻ. sensitive to the needs of his employees. തന്റെ ജോലിക്കാരോട് എത്രമാത്രം കരുതലുള്ള ഒരു He യജമാനൻ. takes care to know what is required and he makes sure that their needs are met. അവരുടെ ഓരോ ആവശ്യങ്ങളും ചെറുതും വലുതും ഓരോ ആവശ്യങ്ങളും വളരെ താല്പര്യത്തോടെ ഇടപെട്ട് അത് മനസ്സിലാക്കി നിവർത്തിച്ചു കൊടുക്കുന്ന ഒരു He is not just squeezing work out of them, but but he's sensitive and he knows they're going to work hard. It's hot sun. We need plenty of water here. ഒരിക്കലും ആ യജമാനൻ ആ ജോലിക്കാരെ പിഴിഞ്ഞെടുത്ത് അവരുടെ ജോലി ചെയ്യിപ്പിക്കുകയല്ല, മറിച്ച് അവരെ കരുതുകയും അവർക്ക് വേണ്ടി കാര്യങ്ങൾ അനുഷ്ഠിച്ച് അവരുടെ കൂടെ ആയിരിക്കുകയും ചെയ്യുന്ന ഒരു യജമാനെയാണ് അവിടെ കാണുന്നത്. Then notice what he says. We haven't read actually. All right. Did we read verse 4 to 17? No, we haven't read. Let's go ahead and do that. So നമുക്ക് നാലാമത്തെ വാക്യം മുതൽ Verse 8 to 17. 8 മുതൽ 17 വരെ വായിക്കാം. ബോസ് റൂത്തിനോട് കേട്ടതോടെ പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടെ വിടുകയും വേണ്ട, ഇവിടെ എന്റെ ബാല്യക്കാരോട് ചേർന്ന് കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തുടരുന്നതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചെന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ സാഷ്ടാംഗം വേണ്ട അവനോട്, ഞാൻ അന്യദേശക്കാരി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു. ബോസ് അവനോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന് കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ, യജമാനെ, ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തിയെ പോലെ അല്ല എന്ന് വരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോടുകൂടെ ദയയായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. ഭക്ഷണ സമയത്ത് ബോവസ് അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക, കഷ്ണം ചാറിൽ മുക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ തിന്നു തൃപ്തയായി ശേഷിപ്പിക്കുകയും ചെയ്തു. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തന്റെ ബാല്യക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്. 16 വാക്യം, പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കിയത് വധിച്ചപ്പോൾ ഏകദേശം ഒരു പ്രായമാണ് ഉണ്ടായിരുന്നത്. അവൾ അത് എടുത്തുകൊണ്ട് പട്ടണത്തിലേക്ക്. I want you to notice two things here in Boaz's treatment of Ruth. ഇവിടെ ബോവസ് രൂത്തിനെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. Number one, he says in verse 8, don't leave, don't go to another field, you stay here. ഇവിടെ 8ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ടായി, ഇനി ഇവിടെ വിട്ടു പോകണ്ട, ഇവിടെ ബാല്യക്കാരനോട് ചേർന്ന് കൊള്ളുക. Be with my female workers, take note of the field where the men are harvesting and follow behind with the female workers. I will tell the men to leave you alone. ഇവിടെ ബാല്യക്കാരനോട് ചേർന്ന് കൊള്ളുക. മറ്റൊരു കാര്യം, കൊയ്യുന്നവരുടെ മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തുടരുന്നത് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. I think this is the first anti-sexual harassment policy ever written. ഇത് വേദപുസ്തകത്തിൽ കാണുന്ന ആദ്യത്തെ ആന്റി സെക്ഷൽ ഹറാസ്മെന്റ് പോളിസിയാണ്. What an amazing man. A man who took care to make sure that this woman feels safe in this way. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു വസ്തുതയാണ് തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ അവിടുത്തെ മറ്റുള്ള ആൺ ജോലിക്കാരൻ ഒരിക്കലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കരുത്. He gave specific instructions. Ruth, be with the ladies. Men, be careful. This is because he knows it's very possible in this wicked environment that we are living in the time of the judges, as we said, where there is all sorts of possibilities. Boaz made sure that his workplace was safe. ഇവിടെ നാം കാണുന്നത്, നാം നേരത്തെ വായിച്ചല്ലോ, അവർ ഓരോരുത്തർ തോന്നിയതുപോലെ ജീവിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു ആ സമയത്ത്. എന്നാൽ ആ സമയത്ത് ഇവിടെ ബോവസ് രൂത്തിനോട് പറയുകയാണ്, താൻ ഇവിടെ ചെയ്യുന്നത് ബാല്യക്കാരത്തോട് ചേർന്ന് കൊള്ളുക. ബാല്യക്കാർ രൂത്തിനെ ഒന്നും ചെയ്യാതെ വണ്ണം, ഒരു തരത്തിലും ഉപദ്രവിക്കാതെ വണ്ണം അവരെ കരുതുന്ന ഒരു കാര്യം.
There's a great lesson here for the men. തീർച്ചയായിട്ടും അത് നമ്മളെ സംബന്ധിച്ചോളം വളരെ ഒരു നല്ലൊരു ചിന്തയാണ്. Dear brothers, in my workplace and in my dealings with women and sisters in the assembly, women in the workplace, girls in the school, do they feel safe around me? Or do they feel there's something fishy about this guy? നാം നമ്മുടെ ജോലി സ്ഥലത്തും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സാമൂഹ്യ മേഖലകളൊക്കെ നാം ഇടപെടുമ്പോൾ, സ്ത്രീകളോടൊക്കെ നാം ഇടപെടുമ്പോൾ അവർക്ക് എന്തെങ്കിലും രീതിയിൽ അവർക്ക് സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണോ നമ്മൾ പെരുമാറുന്നത് നാം ചിന്തിക്കുന്നു. What's your demeanor? What is your, how do you speak to the women? The way you speak, the way you talk to them, the way you act around them. Right? Where are your hands? What is your body language? Do you make them feel safe around you, or are they disgusted? Are they saying, I don't want to be near this guy? നാം സ്ത്രീകളോടൊക്കെയും നമ്മുടെ ജോലി സ്ഥലത്തും നമ്മുടെ സമൂഹത്തിലും നാം സ്ത്രീകളോട് ഇടപെടുമ്പോൾ അവർ നമ്മെ കാണുമ്പോൾ അവർക്ക് സുരക്ഷിതം തോന്നുന്നുണ്ടോ, അതോ അവർക്ക് മറ്റെന്തെങ്കിലും രീതിയിലുള്ള ചിന്തകൾ, ഒരു അൺസേഫ് ആയിട്ടുള്ള സുരക്ഷിതരല്ല എന്നുള്ള ചിന്തകൾ നമ്മുടെ ബിഹേവിയർ മുഖാന്തരം, നമ്മുടെ പെരുമാറ്റം മുഖാന്തരം, നമ്മുടെ വാക്കുകൾ മുഖാന്തരം അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുന്നു. Oh, that tells a great deal on our testimony. തീർച്ചയായിട്ടും അത് നമ്മുടെ സാക്ഷ്യത്തെ അത് വളരെ പ്രധാനപ്പെട്ട, Even in the assembly. അത് നമ്മുടെ അസംബ്ലികൾ വളരെ പ്രധാനപ്പെട്ട കാര്യം. Let us learn to be respectful to our sisters. Learn to be, even in our words. Be careful of double tongue, double language, flirting. Be very careful, dear brothers and sisters. I'm not leaving the sisters alone. Right? Be so careful about the way you dress in the workplace, the way you talk. What hidden messages are we portraying in the things that we say? നാം പെരുമാറുമ്പോൾ, സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോഴൊക്കെയും ദ്വയാർത്ഥ പ്രയോഗങ്ങളും അതുപോലെ മറ്റേതെങ്കിലും രീതിയിലുള്ള നമ്മുടെ മോട്ടീവ്സ് ആണോ മറ്റുള്ളവർക്ക് മനസ്സിലാകുമെന്ന് നാം ചിന്തിക്കുന്നു. Second, see the generosity of Boaz. രണ്ടാമത്തെ കാര്യം തന്റെ ഔദാര്യ മനസ്കത. Look at what it says. He says, stay here, stay only in this field. You don't need to go anywhere else. This field is going to provide for you whatever you need. നീ വേറെ എങ്ങും പോകണ്ട, നീ ഇവിടെ തന്നെ ബാല്യക്കാരൻ വിളിച്ചോ. Number 2, drink from the waters that my servants are drinking. എന്റെ ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്നും നീ കുടിച്ചു കൊടുക്കുക. Look at verse 14. He says during the mealtime, he invites her. She's an alien. She's a foreigner. Come, sit with me. Eat of this bread. ഭക്ഷണ സമയത്ത് 14ാമത്തെ വാക്യത്തില് ഇവിടെ വരിക, ഭക്ഷണം കഴിക്കുക, കഷ്ണം ചാറിൽ മുക്കി കൊടുക്കുക. And she ate until she was full, and she had more than enough to save and to take back to her mother-in-law. അവൾ തിന്ന് തൃപ്തരായി ശേഷിപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. Then he goes beyond that. Verse 15. He says, let her gather the grain even among the bundles. ഇവിടെ 15ാമത്തെ വാക്യത്തില് കറ്റകളുടെ ഇടയിൽ നിന്ന് പെറുക്കിക്കൊള്ളുവാനുള്ള ഒരു ഔദാര്യ മനസ്കത കാണിക്കുകയാണ്. He goes one step further. You pull out grains, drop it on the floor, don't pick it up. Let her collect it. 16ാമത്തെ വാക്യത്തിൽ അതിനേക്കാളും മുമ്പോട്ട് പോവുകയാണ്. പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകൾ വലിച്ചിട്ടേക്കാൻ പറയുകയാണ്. What a generous man. എന്തൊരു ഔദാര്യ മനസ്കത, What an attitude. എന്തൊരു മനോഭാവം. Not stingy and selfish and grabbing everything that he can, but he's so generous to his employee and to somebody that he has no obligation to. No obligation to. She's an alien, she's a foreigner. She's not even his employee. But he says, treat her well. Treat her well. Be generous to her. വളരെ ഔദാര്യ മനസ്സിലൂടെ പെരുമാറുന്ന ബോവസ് ഒരു തരത്തിലും അതിന് ആവശ്യം തനിക്കില്ല. കാരണം രൂത്ത് ഒരു അന്യദേശ സ്ത്രീ, അന്യദേശക്കാരിയാണ്. യാതൊരു പരിചയത്തിന്റെ ആവശ്യമില്ല, യാതൊരു ഔദാര്യ മനസ്കതയും കാണിക്കേണ്ട ആവശ്യം. എന്നാൽ ഏറ്റവും അധികം വളരെ സഹാനുഭൂതിയോടുകൂടി ഔദാര്യ മനസ്കതയോടുകൂടി ആ രൂത്തിനോട് ബിഹേവ് ചെയ്യുന്ന ബോവസിനെയാണ്. And he actually went beyond the law, because the law says, okay, the trim, the edges, and whatever is just fallen and left behind, he goes above and beyond. He says, pluck some grains out, leave it on the floor, right? Let her gather even from among the bundles. He's going above and beyond the strict words of the law to be generous and gracious to his followers. അവിടെ കൊടുത്തിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് അവിടെ കതിർ പെറുക്കുക എന്നുള്ളതാണ് ആ നിയമം. അല്ലെങ്കിൽ കതിർ ഇട്ടേക്കുക എന്നുള്ളതാണ് അവിടെ. എന്നാൽ അതിനേക്കാൾ ഉരിയായിട്ട് കറ്റകളുടെ ഇടയിൽ നിന്ന് പെറുക്കിക്കൊള്ളുവാനുള്ള അനുവാദം കൊടുക്കുന്നു. അതിനുശേഷം കറ്റകൾ വലിച്ചിട്ടേക്കുവാനുള്ള അനുവാദം കൊടുക്കുന്നു. അങ്ങനെ ഏറ്റവും ഉദാത്തമായ ഒരു ഔദാര്യ മനസ്കത കാണിക്കുന്ന. That's a mature believer, a believer who is generous in his giving and in his dealings with people.
You know, he's not stingy and he's not holding back. He just gives because he knows the Lord will supply. Yeah, ദൈവം ധാരാളമായിട്ട് കൊടുക്കുമെന്നുള്ള ആ ഒരൊറ്റ അനുഗ്രഹം, ആ ഒരൊറ്റ വാഗ്ദത്തത്തിന്മേൽ തന്റെ ജോലിക്കാരോട് യാതൊരു പിശുക്കും കാണിക്കാതെ വളരെ ഔദാര്യ മനസ്സിലൂടെ വളരെ സഹാനുഭൂതിയോടുകൂടി പെരുമാറുന്ന ബോസിന്റെ ചിത്രം നമുക്കൊക്കെയും എത്രയോ ചലച്ചില്ല. Boaz also understands, yes, she's my relative. He understands that. Right? He's heard in detail about the story of how he came back. She came back with Naomi, right? And so he, all the more, he wants to be generous to her. He has no obligation to be, but he wants her to be blessed. And റൂത്ത് അനുഗ്രഹിക്കപ്പെടുവാൻ ബോസ് ആ രീതിയിൽ വളരെയധികം കരുതലോടി തനിക്കറിയാം തന്റെ ചാർച്ചക്കാരിയാണെന്ന് എനിക്കറിയാം, എന്നാൽ തനിക്ക് യാതൊരു നിർബന്ധവുമില്ല അങ്ങനെ കൊടുക്കണമെന്ന്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആ പ്രമാണത്തെക്കാളൊക്കെ മറികടന്നുകൊണ്ട് ഏറ്റവും ഔദാര്യ മനസ്സിനോടുകൂടി റൂത്തിനോട് ബിഹേവ് ചെയ്യുന്ന പെരുമാറുന്ന ഒരു ബോസിനെയാണ് നാം കാണുന്നത്. Beloved, God wants us to give from what we have. He's not asking you to give beyond your capacity, but from what you have, learn to give, learn to be generous, because you know God is going to give back. He's going to supply you. ദൈവം നമ്മോട് പറയുന്നത് നമുക്കുള്ളതിൽ നിന്ന് കൊടുക്കുക. നമുക്കുള്ളതിൽ കൊടുക്കുമ്പോൾ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. In many places I spoke about Mary, right? The Mary and the jar, the alabaster jar, and how she broke the entire thing, something that was worth 15 to 20 lakhs. She just broke it and gave it to the Lord. പല സ്ഥലത്തും മേരിയെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അതായത് ആ സ്വച്ഛ ജലമാംശ തൈലം, ആ അലബാസ്റ്റർ ജാർ അത് തുറന്ന് വളരെയധികം ലക്ഷങ്ങൾ വരെയുള്ള ആ ഒരു തൈലം കർത്താവിന് വേണ്ടി അർപ്പിക്കുന്ന ആ ഒരു സംഭവം. Because he is worth it. കാരണം അവൻ ആണ് എല്ലാത്തിനും യോഗ്യൻ. And everything that she had to give, her most precious, she just gave it to him. ഏറ്റവും തന്റെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയത് താൻ കർത്താവിന് വേണ്ടി കൊടുക്കുകയും. Learn to be like Boaz, such a wonderful employer and a businessman, and somebody who was a great example to you. നമുക്കൊക്കെ വളരെയധികം മാതൃകയുള്ള ബോസിന്റെ ആ ജീവിതത്തിലും ഏറ്റവും നല്ല ഒരു യജമാനനായിട്ട്, ഒരു ബിസിനസ്സുകാരനായിട്ട് ജീവിക്കേണ്ടതിന്റെ നല്ല പാഠം നമുക്ക് ഈ ബോസിന്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. Finally, from this passage, look at Ruth. അവസാനമായിട്ട് ഈ ഭാഗത്ത് നമുക്ക് രൂപത്തിനെ കുറിച്ച് ചിന്തിക്കാം. Look at verse 10 to 13. 10 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ. Ruth knelt before him with her forehead to the ground. അപ്പോൾ അവർ സാഷ്ടാംഗം വീണു. അവൾ അവനോട്, അന്യദേശക്കാരിയായിരിക്കെ നീ എന്നെ വിചാരിക്കാവുന്ന കോണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെയെന്ന് പറഞ്ഞു. ബോസ് അവരോട്, നിന്റെ ഭർത്താവ് അതിനുശേഷം അമ്മാവിലേക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അത്രയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുത്ത് വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. And go on to verse 13. 11 വാക്യം. അതിനവൾ, യജമാനനെ, ഞാൻ നിന്റെ ദാസിമാർ ഒരുത്തിയെ പോലെയല്ല എന്ന് വരികയും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയോട് ദയയായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. Not only was Ruth a hard worker, but at the end of it, she's so humble and she's so grateful for the blessing that she received from this boss. റൂത്ത് ഒരു കഠിനാധ്വാനിയായത് മാത്രമല്ല, താൻ വളരെയധികം നന്ദിയുള്ളവനായിട്ടാണ് നമ്മുടെ താൻ സാഷ്ടാംഗം വീണ് താൻ ആ ബോസിനെ. There was no sense of pride or entitlement. You know, I worked hard, I did this. She said, I'm so grateful. Whatever you've done for me, I'm so grateful. I'm not even like one of your servants, and yet you have blessed me. ഒരിക്കലും താൻ അഹങ്കാരത്തോടുകൂടി എന്തെങ്കിലും ചെയ്തിട്ട് കാണുന്നില്ല. കാരണം ഞാൻ ജോലി ചെയ്തു, ഞാൻ സമ്പാദിച്ചു എന്നുള്ള ഒരു മനോഭാവമല്ല, മറിച്ച് തനിക്ക് ലഭിച്ചുള്ള സകല നന്മകൾക്കും താൻ വളരെയധികം നന്ദിയുള്ളതായിട്ട് ആ ബോസിന് മുമ്പാകെ സാഷ്ടാംഗം വീണ് തന്നെ നന്ദി പറയുന്നത്. So may the Lord strengthen us in our workplace. I hope this has been a blessing to you. I hope you've learned some insights about your work ethics from this passage. ഈ ഭാഗത്തും നമ്മുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നാം ചെയ്യേണ്ട ചില നല്ല കാര്യങ്ങളെ കുറിച്ചുള്ള പഠനം നമുക്ക് ലഭിച്ചു എന്ന് നമ്മൾ ചിന്തിക്കും. May the Lord strengthen you. ദൈവത്തിന്റെ വാഴ്ത്തപ്പെടുന്നു. Thank you, Dr. Jerry and Brother Stanley. We heard how we need to work hard, how God expects us to work hard for our day-to-day life, and the ethics that we need to present ourselves in our workplace and in everything that we do around us. God willing, tomorrow
we'll be having the last session of this Bible study series here in this hall itself at 7:30. Hope everyone will be able to make it tomorrow. Now I request Brother Benny Thomas from BAKM Assembly to come forward and close this meeting in prayer and also to give benediction. ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ നീ സ്തുതിക്കുന്നു, ഞങ്ങൾ നീ വാഴ്ത്തുന്നു. ഇന്ന് രാത്രിയിലും അങ്ങയുടെ സാന്നിധ്യത്തിലിരുന്ന ദൈവത്തിന്റെ നന്മകളെ, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ഇന്ന് രാത്രിയിലും കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചു. അതിനാൽ സ്തോത്രം. കർത്താവെ, തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതമുണ്ടായതിനും ഭൂമിയും ഭൂമണ്ഡലത്തെ നിർമ്മിക്കുന്നതിന് മുമ്പ് അനാദിയായും ശാശ്വതമായ ദൈവമാകിയാൽ നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്നു. രാത്രിയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അത്യുന്നതനായ ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിലും നിന്റെ ശ്രേഷ്ഠദാസനെ എടുത്ത് അത് ഉപയോഗിച്ചു. അതിനാൽ സ്തോത്രം. കർത്താവേ, ദൈവസേനയിൽ നിന്ന് അകന്നുപോയ അതേ 10ാം തലമുറയ്ക്ക് പോലും കടന്നു വരുവാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്ന മോവാബിയ സ്ത്രീയായ ലൂത്തിനെ ദൈവം അതേ വീണ്ടെടുത്ത വിധം രാത്രിയിലും ഞങ്ങളെ കേൾപ്പിച്ചു. അതിനാൽ സ്തോത്രം. അവിടെ പ്രവൃത്തിയെ ദൈവം ആദരിച്ചു. അതിനാൽ സ്തോത്രം. അവിടെ പ്രവൃത്തിയെ കണ്ട ഒരു നല്ല ചാർച്ചക്കാരനായ യജമാനായ ബോസിനെ ഇന്ന് രാത്രിയിലും ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അതിനായി സ്തോത്രം. അതേ കഥാവെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നിരദാസനിൽ കൂടെ ദൈവം ഇന്ന് ഞങ്ങളോട് ഹൃദയമായി സംസാരിച്ചതിനായി സ്തോത്രം. വരും ദിവസങ്ങളിൽ അതേ കഥാവെ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നന്മയായി അനുഗ്രഹമായി അതേ യൂത്ത് പറഞ്ഞതുപോലെ ഭാഗ്യവശാൽ ഞാൻ ബോസിന്റെ ഭവനത്തിലായി എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഇടയാക്കിയതിനായി സ്തോത്രം. എന്നാൽ ഞങ്ങൾക്ക് ഓർക്കുവാനായിട്ടുള്ളത്, ഭാഗ്യവശാൽ ഞങ്ങൾക്കും ഈ നല്ല യജമാനന്റെ മക്കളാകുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഇടയാക്കിയതിനായി സ്തോത്രം. ഈ കർത്താവെ, ഉന്നതത്തിലിരുന്നവനായ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ തേടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് യാതൊരു വിധത്തിലും ദൈവനാമം എടുക്കുവാനോ യാതൊരു നന്മയുമില്ലാതിരുന്ന ഞങ്ങളെ കർത്താവ് സ്നേഹിച്ചു. അതിനായി സ്തോത്രം. രാത്രി അതേ കർത്താവെ, നിരദാസനെ ആ രീതിയിൽ എടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം. അതേ കർത്താവെ, ഈ വലിയ വേലയിലേക്ക്, രാജാവിന്റെ ഈ വയലിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് തന്നെ ആ രീതിയിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതിനായി സ്തോത്രം. ഞങ്ങൾ കേട്ടതുപോലെ താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. വരും ദിവസങ്ങളിൽ അതേ കർത്താവെ, 30, 60, 100 മേനി ഫലങ്ങൾ ലഭിക്കാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന രാത്രിയിലെ മീറ്റിംഗിനെ ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം ഡെന്നീസിനെ ഇടയാക്കിയതിനായി സ്തോത്രം. നല്ല പാട്ടുകൾ പാടി അത് കർത്താവെ ഉണർവിനെ നൽകിയ കർത്താവെ സഹോദരന്മാർക്കായി സ്തോത്രം. വരും ദിവസങ്ങളിൽ ഈ സ്ഥലം സഭയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഓർത്തുപോലെ നാളെയും കടന്നു വന്ന് കർത്താവ് ഞങ്ങളോട് സംസാരിക്കേണ്ട വചനം നാളെയും കേൾപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്നു. കർത്താവെ കണ്ടുമുട്ടുന്നവരെയും അങ്ങയുടെ ചെറുകിൽ അടിയിൽ ഞങ്ങളെ സൂക്ഷിച്ചു വരുവാനിച്ചാട്ട് എല്ലാ നന്മയ്ക്കായി സ്തോത്രം. ഉപകാരങ്ങൾക്കായി സ്തോത്രം. കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും അതേ സന്നിധിയിലായിരിക്കുന്ന ദൈവജനത്തിന്റെ മേലും ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിന് മേലും നിരദാസന്റെ മേലും കർത്താവിന്റെ വരവ് വരെയും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.